യോഗത്തിൻ്റെ അധ്യക്ഷയും എൻ്റെ സഹോദരിയുമായ ഡോക്ടർ സരസ്വതി, എനിക്ക് ഏറെ ഇഷ്ടമുള്ളവനും വിശ്വസാഹിത്യത്തിലെ മുന്തിയ അനേകം കൃതികൾ പരിഭാഷപ്പെടുത്തി മലയാള സാഹിത്യത്തെ സമ്പന്നമാക്കിയ പ്രിയപ്പെട്ട മൂസകുട്ടി, അമ്മിയെ പറ്റി പറയുന്ന പ്രിയ സുഹൃത്ത് രാജലക്ഷ്മി, സ്നേഹമുള്ള സദസ്സെ, വസന്തമാഷയുടെ മഹനീയ സാന്നിധ്യം ഞാൻ അറിയുന്നു. അത് പ്രസംഗത്തിന് ഒരു തടസ്സവുമാണ് എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഒരു അധ്യാപകൻ്റെ ഭാഷ അങ്ങനെ ഒരു അതിഗംഭീരമായ ഒരു പ്രഭാഷണം എന്ന നിലക്കല്ല. ദീർഘകാലം ലോകനോവലുകൾ വായിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തി വളരെ അടുപ്പമുള്ള കുറേ പേരോട് ചെയ്യുന്ന ഒരു സ്നേഹ സംഭാഷണം എന്ന നിലയിലാണ് ഞാൻ എൻ്റെ ഈ പ്രസംഗത്തെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും എൻ്റെ പ്രിയ സുഹൃത്ത് ആയിരുന്ന കൽപ്പറ്റ ബാലകൃഷ്ണൻ ഞാൻ ഓർക്കുന്നു. ഞങ്ങളുടെയൊക്കെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നൊരു ഘടകം, ഞങ്ങളെയൊക്കെ ഊറ്റികിണക്കിയിരിക്കുന്ന ഒരു ഘടകം ലോകസാഹിത്യവുമായി വിശ്വസാഹിത്യവുമായുള്ള ഒരടുപ്പവും താല്പര്യവുമായിരുന്നു. ആത്മപ്രശംസ ആത്മഹത്യക്ക് തുല്യമാണെന്ന് മഹാഭാരതത്തിൽ വിദുരർ പറയുന്നുണ്ട്. അതൊന്നും മറന്നുകൊണ്ട് ഞാൻ പറയട്ടെ, ജീവിതത്തിൽ എത്രയോ മണിക്കൂറുകൾ, എത്രയോ ദിവസങ്ങൾ, എത്രയോ വർഷങ്ങൾ നോവൽ വായിക്കാൻ വേണ്ടി വിനിയോഗിച്ചവരാണ് ഞങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ലോക നോവലിനെ പറ്റി പറയുന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ അധ്യാപകൻ്റെ ഭാഷയിൽ ചെയ്യാം. സാഹിത്യത്തിന് പ്രധാനമായിട്ട് 3 മുഖങ്ങൾ നിങ്ങൾക്കറിയാവുന്ന പോലെ. ഏറ്റവും പഴക്കമാർന്ന, ഏറ്റവും തേജസ്വിയാർന്ന ഭാവം കവിത, ദ ഗ്രേറ്റ് ആർട്ട് എന്ന് സാഹിത്യ വിമർശകന്മാർ വിശ്വസിപ്പിക്കുന്ന ദ പ്ലേസ് ദ തിങ് എന്ന് ഷേക്സ്പിയർ പാടിയ ഡ്രാമ രണ്ടാമത്. ഏറ്റവും ആധുനികമായ സാഹിത്യരൂപം എന്ന് പറയുന്നത് നോവലാണ്. ഇതിലെല്ലാം അധികാരന്മാരുണ്ട്. ആദ്യഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യം എന്ന് പറയുന്നത് കവിതയായിരുന്നു. വാൽമീകിയുടെ വ്യാസൻ്റെയൊക്കെ കൃതികൾ സംസ്കൃതത്തിൽ, ഹോമർ, എലിയഡ്, ഒഡേസി തുടങ്ങി ലോകത്തിലെ പിന്നെ റൊമാൻറ്റിക് കവികളൊക്കെ വരുമ്പോൾ വേഴ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ബ്രൗണി തുടങ്ങിയ വലിയ എഴുത്തുകാർ. ഇപ്പോൾ ലോകത്തിൽ ഒരു കാലഘട്ടത്തിൽ ഏത് ഭാഷയിലും കവിതയുടെ കാലമായിരുന്നു. പിന്നെ അതോടൊപ്പം വന്നതാണ്, ഏകദേശം അതിനടുത്ത് പിന്നെ ശ്രദ്ധേയമായതാണ് മനുഷ്യ മനസ്സിൻ്റെ ധ്രുവസീമകളെ ഉള്ളടക്കുന്ന നാടകം ആണ്. ദ ഗ്രേറ്റ് ആർട്ട് എന്നാണ് ബർട്രാൻഡ് റസ്സൽ നാടകത്തെ പറ്റി പറഞ്ഞത്. അതിൽ പ്രത്യേകിച്ചും ട്രാജഡി, മനുഷ്യാത്മാവിൻ്റെ കൊടുമുടിക്ക് പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുന്ന ഒരു സാഹിത്യരൂപം എന്ന് അരവിന്ദ ഘോഷ് നാടകത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അതിലും അധികാരന്മാരുണ്ട്. സോക്രട്ടീസിനെ പോലെ, ആസിഡസിനെ പോലെ, യൂറിപ്പിഡിസിനെ പോലെ ഒക്കെയുള്ള, അരിസ്റ്റോഫാനസിനെ പോലെ ഒക്കെയുള്ള ഗ്രീക്ക് നാടകകൃത്തുക്കളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. പിന്നെ ഷേക്സ്പിയർ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന 1614 ഷേക്സ്പിയർ മരിക്കുന്നത്. ഷേക്സ്പിയറിനെ നമുക്കറിയാം. ഞാനൊന്ന് ഒരു അധ്യാപകൻ്റെ വളരെ കൂടെ ഓർമ്മ അതൊന്ന് ഇങ്ങോടെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. സീസർ, ക്ലിയോപാട്ര, മാക്ബത്ത്, കിങ് ലിയർ, ടെമ്പസ്റ്റ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാടകം ഒക്കെയുള്ള ഷേക്സ്പിയറിൻ്റെ ഒരു നാടകം. പിന്നെ ഇബ്സൺ, ഞാൻ നാടകത്തിലേക്ക് വന്നാൽ ഇബ്സൺ, ഷിൻബർഗ്, പിന്നെ കുറേ കാലത്തുമ്പോൾ എബ്സൺ നാടകത്തുകൾ, സാമുവൽ ബക്കറ്റ്, അയനെസ്കോ തുടങ്ങിയ ആൾക്കാർ. അതേപോലെ തന്നെ പക്ഷേ അതൊരു പഴയ കഥ ഒരർത്ഥത്തിൽ ആണ്. ആധുനിക കാലത്തിൻ്റെ സാഹിത്യ രൂപം ഏത് എന്ന് ചോദിച്ചാൽ അത് നോവലാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ സാഹിത്യ രൂപമാണ് നോവൽ. ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹിത്യ രൂപം നോവലാണെന്ന് പറഞ്ഞാൽ അത് അത്യുക്തിയാണെങ്കിലും അസ്ഥാനത്തല്ല. മുണ്ടശ്ശേരിയുടെ ഭാഷയാണത്. അത്യുക്തിയാണെങ്കിലും അസ്ഥാനത്തല്ല എന്ന് മുണ്ടശ്ശേരി പറയുമായിരുന്നു. തീർച്ചയായും അത് പറയാവുന്നതാണ്. ഇന്ന് നോവലാണ്. ഇന്ന് ലോകത്തിലെ വലിയ എഴുത്തുകാരെന്ന് പറയുന്നത് കവികളല്ല, നാടകത്തുകളല്ല, നോവലിസ്റ്റുകളാണ്. അത് ടോൾസ്റ്റോയുടെയൊക്കെ വരവോടുകൂടിയല്ല എങ്ങനെയായി. ടോൾസ്റ്റോയ്, ഡോസ്റ്റോയ്സ്കി, ഗിരിശൃംഗങ്ങളാണ്. അതാണ് ഇതൊക്കെ. എൻ്റെ അനുഭവം പറഞ്ഞത് 66 മുതൽ കുറേ വർഷങ്ങൾ നിരന്തരമായി ലോകത്തിലെ ശ്രദ്ധേയരായ
നോവലിസ്റ്റുകളെയൊക്കെ വായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു അഭിമാനം ഞാൻ നിങ്ങളുമായി വിനയപൂർവ്വം പങ്കുവെച്ചു കൊള്ളട്ടെ. അപ്പോൾ ആ ഒരു കാലം തുടങ്ങിയിട്ട് അപ്പോൾ മറ്റൊരു പ്രത്യേകത എമിലിയെ പറ്റി പറയുമ്പോൾ അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ആവശ്യമാണ്. ഏറ്റവും നല്ല ജൈവരൂപമായ സാഹിത്യം ഏതെന്ന് ചോദിച്ചാൽ അത് നോവലാണ്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ ഓരോ പുതിയ നോവലും വരുമ്പോൾ അതുവരെയുള്ള നോവലിൻ്റെ സങ്കല്പങ്ങൾ മാറും. എന്താണ് നോവൽ എന്ന് പറയുക അത്ര എളുപ്പമല്ല. അതാണ് കവിതയെ പറ്റി ഡോക്ടർ ജോൺസനെ പോലുള്ള ആൾക്കാരത് പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തെ ബോസോലി ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, കവിത എന്താണെന്ന് പറയാൻ പറ്റില്ല, എന്തല്ല എന്ന് ഞാൻ പറയാം, എന്തല്ല എന്ന് പറയലും എളുപ്പമല്ല എന്നാണ് മറ്റു ചില വിമർശകന്മാരുടെ വാദം. പക്ഷെ അതിനേക്കാൾ ഏറെ വലിയ മാറ്റത്തിന് വിധേയമാവുന്ന സാഹിത്യരൂപം എന്ന് പറയുന്നത് നോവലാണ്. ഓരോ പുതിയ വലിയ എഴുത്തുകാരൻ വരുമ്പോഴും നോവലിനെ പറ്റിയുള്ള അതുവരെയുള്ള സങ്കല്പങ്ങൾക്ക് മാറ്റം വരുന്നു. ഞാൻ നോവൽ വിമർശനങ്ങളിലേക്ക് ഞങ്ങളുടെ പേര് അധ്യാപകൻ്റെ മനസ്സിൽ ശ്രദ്ധ ക്ഷണിക്കാം. ആസ്പെക്ട്സ് ഓഫ് ദി നോവൽ, PM ഫോസ്റ്ററുടെ. അദ്ദേഹം സ്വയം ഒരു നോവലിസ്റ്റായിരുന്നു. ആസ്പെക്ട്സ് ഓഫ് ദി നോവലിൻ്റെ ഘടകങ്ങളെ പറ്റി അദ്ദേഹം പറഞ്ഞു പോകുന്നുണ്ട്. ഹെൻറി ജെയിംസ് നല്ലൊരു നോവലിസ്റ്റ് കൂടിയാണ്. അംബാസഡർ എന്ന നോവലൊക്കെ നല്ല നോവലാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് ദ സ്ട്രക്ചർ ഓഫ് ദി നോവൽ. നോവലിൻ്റെ ഘടന എങ്ങനെ ഇരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഏറ്റവും അടുത്ത് പറഞ്ഞാൽ സെൻസ് ഓഫ് എൻ എൻഡിങ്, ഫ്രാങ്ക് അർമോഡിൻ്റെ വളരെ പ്രസിദ്ധമായ നോവൽ. അപ്പോൾ അങ്ങനെ നോവലിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഓരോ വലിയ എല്ലാം ഇപ്പോൾ യൂലിസിസ് തർജ്ജമേതാലാണ് മുസഫിക്ക്. യൂലിസിസ് ഒക്കെ വരുമ്പോൾ ജെയിംസ് ജോയ്സ്, മാർഷൽ പ്രൂസ്റ്റ്, വെർജീനിയ വൂൾഫ് തുടങ്ങിയ വലിയ എഴുത്തുകാർ വരുമ്പോൾ നോവലിൻ്റെ രൂപഘടന ആകെ മാറി എന്നാണ് ഓരോ വലിയ എഴുത്തുകാരനും വരുമ്പോഴും വരുന്ന. അപ്പം നോവല് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ ജൈവരൂപമാണ് നോവൽ എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതതിൻ്റെ പക്ഷേ മലയാളത്തിൽ ഈ ഇതിനെപ്പറ്റിയൊക്കെ ഏറ്റവും ലോക നോവലിനെ പറ്റി മലയാളിയുടെ ബോധം അത്ര വലുതാണോ? എന്നോട് ക്ഷമിക്കുക, അല്ലാന്ന് അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെ സൂക്ഷ്മമായി ലോക നോവൽ വായിക്കുന്ന പ്രകൃതം മലയാളിക്ക് കുറവാണ്. നമ്മുടെ വിമർശകന്മാർക്ക് തന്നെ കുറവാണെന്ന് പറഞ്ഞാൽ ഒരു അധിക പ്രസംഗമല്ല, ഒരു സത്യപ്രസ്താവന മാത്രമാണ് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ നോവലിനെ കുറിച്ച് നമ്മളെ പരിചയപ്പെടുത്തിയത് ആരാ? കേസരി ബാലകൃഷ്ണപിള്ള. ലോകത്തിലെ വലിയ നോവലിസ്റ്റുകളെ കുറിച്ചൊക്കെ അത് മോപ്പസാമ മുതൽ തുടങ്ങിയ മുതൽ ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ് മെത്തേഡ്, ബോധധാര പ്രസ്ഥാനം, അതേവരെയുള്ള എല്ലാ നോവലിസ്റ്റുകളെ പറ്റി മലയാളികൾക്ക് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് കേസരി ബാലകൃഷ്ണപിള്ള. അവിടെ ഒരു നോവൽ സാഹിത്യത്തിലെ ഒരു അധികായനെ പറ്റിയുള്ള ഒരു പ്രഭാഷണം ആരംഭിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കേസരിയെ ആദ്യം ഓർക്കണം എന്നാണ്. ലോക നോവൽ ഇപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പരിഭാഷകന്മാർക്ക് നമ്മൾ പ്രാധാന്യമുണ്ട്. വാറൻ പി തർജ്ജമ ചെയ്ത അതിപ്രസിദ്ധനായ മഹാവ്യക്തിത്വങ്ങളൊക്കെ ഞാൻ ഓർക്കുന്നു. അതുപോലെ ഡോസ്റ്റോവസ്കിയെ, ദാമോദരൻ, ആ പേര് പലരും ഓർക്കുന്നില്ല. എന്ത് ഭംഗിയായിട്ടാണ് ഡോസ്റ്റോവസ്കിയുടെ നോവൽസ് ദാമോദരൻ പരിപാടിപ്പെടുത്തി. കരമസോവ് ബ്രദേഴ്സും, ക്രൈം ആൻഡ് പനിഷ്മെന്റ്, പരമസോവസൊക്കെ വായിച്ചാൽ മനസ്സിലാവും. കടുപ്പള്ളി കണാരമേനോനാണ് വാർ ആൻഡ് പീസ്. വസന്തമാഷ്ട അച്ഛനാണ് ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ് തന്നിരിക്കുന്നത്. ടോൾസ്റ്റോയൊക്കെ വരുമ്പോൾ വലിയ നോവലിസ്റ്റുകൾ വന്നു. ഇംഗ്ലീഷിലെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് ടോൾസ്റ്റോയോ ഡോസ്റ്റോവസ്കി. ലോകത്തിൽ വലിയ എഴുത്തുകാർ, വലിയ നോവലിസ്റ്റ് ആരാ ഒരു ചർച്ചാ വിഷയമാണ്. അതിനെപ്പറ്റി ആധുനിക വിമർശകരിൽ വളരെ പ്രഗത്ഭനായ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമാണ് ഡോസ്റ്റോവസ്കി. നല്ല പുസ്തകം. ഇവരെ രണ്ടുപേരും അടുത്ത് വെച്ചുകൊണ്ട് ഇതിൽ ആരാണ് കേമൻ എന്ന് പറയുന്ന വളരെ ഒരു ഞാൻ വിലാസയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ആ പുസ്തകം ഞാൻ വായിച്ചത്. നല്ല പുസ്തകം. അപ്പോൾ ടോൾസ്റ്റോയ് ഒന്നും വാർ ആൻഡ് പീസ്, അന്ന കരീന, റിസറക്ഷൻ ഒക്കെ വന്നിട്ടാകുമ്പോൾ അതുണ്ടാക്കിയ മാറ്റങ്ങൾ അത് ഒരു വലിയ ലോകം ഉണ്ടാക്കി. മനുഷ്യ മനസ്സിൻ്റെ നൂലിട്ടാലാത്ത കയങ്ങളിലേക്ക് പോയി ഒരു വലിയ പ്രപഞ്ചം കൊണ്ടുവന്നു ഡോസ്റ്റോവസ്കി. ഇതാണ് ഞാനെപ്പോഴും ക്ലാസ്സിൽ പറയുമായിരുന്നു, ഡോസ്റ്റോവസ്കിയുടെ ഒരു പുസ്തകം വായിക്കാത്ത ആൾക്കാരുടെ ജീവിതം ജന്മം വെറുതെ എന്ന് എൻ്റെ കുട്ടികളോട് ഞാൻ ആവർത്തിച്ച് പറയാമായിരുന്നു. കർമ്മസോപദേശമൊക്കെ വായിച്ചതിലേക്ക് പിന്നെ ജീവിതം എന്തിനാ എന്ന് തോന്നുന്ന രീതിയിൽ ഒന്നാം തരം. എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ എന്ന് ചോദിച്ചാൽ കർമ്മസോപദേശമാണ്. സാനമാഷ ക്രൈം ആൻഡ് പനിഷ്മെന്റ് എന്ന് പറയുമായിരുന്നു. ഞങ്ങളതിനെ പറ്റി ചിലപ്പോൾ സാർക്ക് ഞാനത് ഭാഷയൊക്കെ ഓർക്കുന്നു ആ രീതിയിൽ. ഒതുക്കി പറയാം. അപ്പോൾ കേസരിയാണ് ലോക നോവലിനെ കുറിച്ചൊക്കെ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിൽ മലയാളികളെ പരിചയപ്പെടുത്തിയത്. അത് കഴിഞ്ഞാൽ
പിന്നെ ലോക നോവലിനെ കുറിച്ച് മലയാളിയെ പറ്റി ബോധിപ്പിച്ചത് എനിക്കൊന്ന് എം കൃഷ്ണൻ നായർ സാറാവും. പലരെയും മറക്കുകയല്ല, അല്ല നമ്മുടെ വലിയ വലിയ എഴുത്തുകാരൊക്കെ MP പൗളിനെ ഓർക്കുന്നു, ഊഹാനോട്ട് സാറുണ്ട്, ഒപ്പൻ നായർ സാറുണ്ട്, ഒക്കെ മറക്കുകയല്ല. പക്ഷെ കുറേ കൂടി സാധാരണക്കാരുടെ പുതിയ പുതിയ നോവൽസ്, പ്രത്യേകിച്ച് ലാറ്റിൻ അമേരിക്കൻ നോവൽസ്, കുറച്ച് കഴിയുമ്പോൾ ലാറ്റിൻ അമേരിക്കൻ ബൂം വന്നല്ലോ, അവരെ കുറിച്ചൊക്കെ ഒരു പരിചയപ്പെടുത്തി പുതിയ പുതിയ എഴുത്തുകാരെ കുറിച്ചൊക്കെ ഇപ്പോൾ കസിൻ സാക്കിസിനെ പറ്റിയൊക്കെ മലയാളത്തിലൊരു അവബോധം ഉണ്ടാക്കിയതിൽ ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ്, പ്രാക്ടീസൈസ്, ഗോഡ്സ് കോപ്പർ, ഈ കൃതികളൊക്കെ മലയാളി അല്ലെങ്കിൽ തോമസ് മാൻ്റെ ബ്ലാക്ക് സ്വാൻ, വുഡൻ ബ്രൂക്സ്, ഞാനിതൊക്കെ വായിച്ചൊരാളായിട്ട് ഇതിനെപ്പറ്റിയൊക്കെ ഒരു അവബോധം ഉണ്ടാക്കും. സാധാരണക്കാർക്ക് പോലും ഒരു MNSയുടെ സിദ്ധാർത്ഥ, ഇതൊക്കെ സാധാരണക്കാർക്ക് പോലും ഒരു അവബോധം ഉണ്ടാക്കുന്നതിൽ എം കൃഷ്ണനായരുടെ എഴുത്തുകൾ ഇതായിരുന്നു ആണ്. അതിൻ്റെ സൂക്ഷ്മതയിലേക്കോ അതിൻ്റെ സാഹിത്യപരമായ ഭംഗിയിലേക്കോ അതിൻ്റെ ഈസറ്റ് സൂക്ഷ്മതയിലേക്കോ കൃഷ്ണനായർ സാർ പോയിട്ടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒരു വലിയ വിമർശകനാണ് എം കൃഷ്ണനായർ സാർ എന്ന അഭിപ്രായം എനിക്കില്ല. പക്ഷേ മലയാളികൾക്ക് ഈ വലിയ എഴുത്തുകാരെയൊക്കെ പരിചയപ്പെടുത്തിയ ഒരു അവബോധം ഉണ്ടാക്കിയത് ലോക നോവൽ എന്താ, ഈ മലയാളത്തിൻ്റെ പുസ്തകം ഇതെന്ത്, ലോക നോവൽ വായിക്കണം എന്നിട്ട് ഡോസ്റ്റോവസ്കിയെ പറ്റി പറയും, ഹെർമനസിനെ പറ്റി പറയും, ലോറൻസ് റൂഡലിനെ പറ്റി പറയും, തോമസ് മനെ പറ്റി പറയും, ഹെർമനസിനെ പറ്റി പറയും. അങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു പകൽ അങ്ങനെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതിൽ എം കൃഷ്ണനായർ സാറിനുള്ള സ്ഥാനം വലുതാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഞാനൊരു റാൻഡമായിട്ട് പറഞ്ഞു പോകുന്നതാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം KP അപ്പന. ലോക നോവലിനെ കുറിച്ച്, നോവലിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ച് ഇപ്പോൾ സിദ്ധാർത്ഥ് ഈ ഹെർമനസ് ഇതല്ല ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദ സീയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നതിൽ ഒരു റോള് അപ്പനുണ്ട്. ഇത് മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ നോവൽസ്, മാർക്യൂസിനെ കുറിച്ചൊക്കെ, 100 Years of Solitude കുറിച്ചൊക്കെ മാറുന്ന മലയാള നോവലേക്കാളും ഫിക്ഷൻ്റെ അവതാരങ്ങൾ എന്ന നോവൽ പുസ്തകത്തിലേക്ക് വരും. മറ്റ് പലതിലും വരുമ്പോൾ പുതിയ പുതിയ നോവലിനെ പറ്റി പറയുന്നതും നോവലും നോവൽ പഠനവും നല്ലൊരു സ്പെഷ്യൽ വിഷയമാക്കി മാറ്റിയതിൽ മലയാളിക്ക് അതിനെയൊക്കെ ആനയിച്ചതിൽ അപ്പനുള്ള റോള് വലുതാണ്. ഓർക്കേണ്ട മറ്റൊരാൾ PK ബാലകൃഷ്ണനാണ്. നോവലിനെ പറ്റി പറയുമ്പോൾ, മലയാളത്തിൽ പറയുമ്പോൾ PK ബാലകൃഷ്ണൻ അങ്ങനെ അധികം നോവലിനെ പറ്റി എഴുതിയിട്ടില്ല. പക്ഷേ നോവലിസ്റ്റായ നോവൽ വിമർശകൻ ആരാ മലയാളത്തിൽ എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം PK ബാലകൃഷ്ണനാണ്. അദ്ദേഹം നോവലിസ്റ്റുമാണ്. ഇനി ഞാൻ ഉറങ്ങട്ടെയും ഒക്കെ എഴുതല്ലോ, പക്ഷെ നല്ല നോവൽ വിമർശനമാണ്. നോവൽ സിദ്ധിയും സാധനയും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. 3 ലോകത്തിലെ തനിക്ക് ബാലകൃഷ്ണൻ്റെ രീതി അറിയുന്നവർക്കറിയാം. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്ന 3 നോവൽ, ഒന്ന് താരാശങ്കർ ബാനർജിയുടെ ആരോഗ്യനികേതനം, മറ്റൊന്ന് ജെയ്നോസിൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ്, മറ്റൊന്ന് ഡോസ്റ്റോവസ്കിയുടെ കരമസോവ് ബ്രദേഴ്സ്. ഈ 3 നോവൽ നല്ല പുസ്തകമായിട്ടോ, വായിച്ചിരിക്കേണ്ട പുസ്തകം. ഈ 3 നോവൽ എടുത്തുകൊണ്ട് അതിൻ്റെ സൂക്ഷ്മതയെക്കുറിച്ചൊക്കെ നല്ല രീതി, നല്ല അനലൈസിസാണ് പറഞ്ഞു പോകുന്ന ഒരു നോവലിസ്റ്റും നോവൽ വിമർശകനുമാണ് PK ബാലകൃഷ്ണൻ. പിന്നെ തീർച്ചയായിട്ടും ലോക നോവലുകളെയും ലോക നാടകങ്ങളെയും ഒക്കെ മലയാളിക്ക് പരിചയപ്പെടുത്തിയതിൽ ഒരു പ്രധാന സ്ഥാനം സാനുമാഷ്കാണ്. സാനുമാഷ് ഇതിനൊക്കെ വളരെ ക്ലാസ്സിലായിട്ടും പ്രസംഗങ്ങളിലായിട്ടും എഴുതിയിട്ടും സിദ്ധാർത്ഥയെ പറ്റി മാഷ് എഴുതിയിട്ടുണ്ട്, കാമുവിനെ പറ്റി, നോവലിനെ പറ്റി, ഔട്ട്സൈഡിനെ പറ്റി എഴുതിയിട്ടുണ്ട്, കാഫ്കയുടെ അമേരിക്കയെക്കുറിച്ചും മെറ്റമോർഫോസിസിനെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ അധികവും നാടകത്തെക്കുറിച്ചാണ്. ഡാൽബി ആയാലും ഐനസ്കോ ആയാലും പിന്നെ അവരെ പറ്റിയല്ല, ഇബ്സനെ കുറിച്ചും ഒക്കെ തന്നെ മാഷ് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ലോക നോവലിനെ മലയാളത്തിലേക്ക് ഒറ്റ പുസ്തകങ്ങൾ എടുത്തിട്ടാണ്. ഇപ്പോൾ സിദ്ധാർത്ഥയെ പറ്റി നമുക്ക് സിദ്ധാർത്ഥ വായിച്ച് ആസ്വദിക്കണമെങ്കിൽ സിദ്ധാർത്ഥ വായിക്കുന്നതോടൊപ്പം വായിക്കാവുന്നതാണ് സിദ്ധാർത്ഥയെ പറ്റിയുള്ള സാനുമാഷ്ടെ പുസ്തകം. നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. പിന്നീട് പറയാവുന്ന ഒരാൾ രാജകൃഷ്ണനാണ്. രാജകൃഷ്ണനും പലപ്പോഴും നോവൽ, പ്രത്യേകിച്ചും കഥകൾ, പ്രത്യേകിച്ചും ഫിക്ഷനെ കുറിച്ച് പറയുന്നതിൽ, അപ്പോൾ വേൾഡ് നോവലിനെ പറ്റിയൊക്കെ പറയുന്നതിൽ രാജകൃഷ്ണൻ, പ്രത്യേകിച്ചും ലാറ്റിൻ അമേരിക്കൻ മർക്യൂസിനെ കുറിച്ചും യോഷയെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ കുറച്ചത് വായിച്ച ഒരു സംസ്കാരം, അത് രാജകൃഷ്ണൻ വായിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരിട്ടറിയാം. ഞങ്ങളിതൊക്കെ സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു രാജകൃഷ്ണൻ. അതുകൊണ്ട് പിന്നെ ഒരു അതിർത്തി വരെ മാത്രം PK രാജശേഖരൻ ആണ്. അങ്ങനെ പൊതുവെ ഇനിയും നമ്മൾ അറിയാത്ത ഒരുപാട് വായനക്കാരുണ്ടാവാം.
പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലോക നോവലിനെ കുറിച്ച് ഉള്ളൊരു അവബോധം സൃഷ്ടിച്ചവരിൽ ഇവരുടെ പ്രാധാന്യം വളരെ വലുതാണ്. അതിൽ പ്രത്യേകിച്ച് അങ്ങനെ അതുകൊണ്ട് പല എഴുത്തുകാരും നമുക്ക് പിന്നെ തർജ്ജമക്കാർ ഇപ്പോൾ ജീൻ ക്രിസ്റ്റഫേ, റോമൻ റൊളാണ്ടിൻ്റെ ജീൻ ക്രിസ്റ്റഫേ വസന്തമാഷ തർജ്ജമ ചെയ്തത് അതൊരു വലിയ വർക്കാണ്. ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പ്രത്യേകിച്ചും ഓൾഡ് മാൻ ആൻഡ് ദ സീയെ പറ്റി പരാമർശിക്കുമ്പോൾ PK ബാലകൃഷ്ണൻ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കുന്നുണ്ട്. ബാലകൃഷ്ണൻ പറയുന്നൊരു സിദ്ധാന്തം നല്ല നോവൽസ് എല്ലാം വലിയ നോവൽസാണ്. അത് ഒരു തരത്തിൽ ആലോചിക്കുമ്പോൾ അതിനൊരു ഒരു ഡയമെൻഷനുണ്ട്. കാരണം ഒന്നിൻ്റെ ഒരു മഹത്വത്തിൽ വലിപ്പം ഒരു കാര്യമാണ്. ഹിമാലയത്തിൻ്റെ പ്രാധാന്യം അതാ, ആനയുടെ പ്രാധാന്യം അതാ. ഒന്നാലോചിച്ച് നോക്കുമ്പോൾ വലിപ്പത്തിനൊരു പ്രാധാന്യമുണ്ട്. എന്തായാലും അത് ശരിയാ, ലോകത്തിലെ നല്ല നോവൽസ് എല്ലാം വലിയ നോവൽസാണ്. വാറൻ പീസൊക്കെ അത്ര വലുതാ. അതാണ് ഞാൻ കൂടുതൽ പറഞ്ഞോളൂ. എൻ്റെ വായനയുടെ ശീലത്തിൻ്റെ ഭാഗമായിട്ട് വളരെ ശ്രദ്ധേയമായ നോവൽ ഞാൻ മിനിമയിലേക്ക് വരാം. അതിൻ്റെ ഒരു ആമുഖം പറയാണ്. ലോകത്തിലെ അതിപ്രശസ്തമായ 10 നോവലിനെ കുറിച്ച് സോമർസെറ്റ് മോമിൻ്റെ ഒരു പ്രസിദ്ധമായ പുസ്തകമുണ്ട്. നല്ല പുസ്തകമാണ്, 10 ഗ്രേറ്റ് നോവൽസ് ആണ്. ലോകത്തിലൊക്കെയുള്ള 10 പ്രധാനപ്പെട്ട നോവലിനെ കുറിച്ച് അതിൻ്റെ കഥയൊക്കെ പറഞ്ഞ് അതിൻ്റെ ഭംഗിയൊക്കെ പറഞ്ഞ് നീണ്ട രാമകമുണ്ട്. ഞാൻ പലതവണ വായിച്ച പുസ്തകമാണ്. ആദ്യം ആ പുസ്തകത്തിൻ്റെ പേര് സോമർസെറ്റ് മോം സെലക്ട്സ് 10 നോവൽസ് എന്നായിരുന്നു. രണ്ടാമത് പതിപ്പ് വരുമ്പോൾ 10 ഗ്രേറ്റ് നോവൽസ് എന്ന് വന്നു. അതിന് ലോകത്തിൽ ആദ്യം നമ്മൾ നോവലിനെ പറ്റി താല്പര്യമുള്ളവർ വായിച്ചിരിക്കേണ്ട ഒരു സെലക്ഷൻ ഈ 10 പുസ്തകങ്ങളാണ്. അതിലൊന്ന് വാറൻ പീസാണ്. ആദ്യത്തെ ലേഖനം വാറൻ പീസാണ്. അദ്ദേഹവും ചോദിക്കുന്നുണ്ട് ലോകത്തിലെ സോമർസെറ്റ് പറയുന്നത് ഏറ്റവും നല്ല നോവലിസ്റ്റ് ആരാ എന്നതിനെപ്പറ്റി തർക്കമുണ്ടാവാം. പക്ഷേ ഏറ്റവും നല്ല നോവൽ ഏതാണെന്ന് തർക്കമില്ല, അത് വാറൻ പീസാണ് എന്നാണ് സോമർസെറ്റ്. ഞാൻ അഭിപ്രായക്കാരനല്ല കേട്ടോ, അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിലൊരു കുറേ നോവൽസ് ലോക നോവലിന് സോമർസെറ്റ് ഭംഗി. അതാണ് ലോക നോവലിലെ ഏറ്റവും പ്രസിദ്ധമായ നല്ല ഒരു പുസ്തകം. ഒരു വായന നോവൽ ആസ്വദിക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഇത് ഈ നോവൽസൊക്കെ വായിക്കുക. ടോൾസ്റ്റോയുടെ വാറൻ പീസ്, ഡോസ്റ്റോയ്സ്കിയുടെ കരമസോവ് ബ്രദേഴ്സ്, ചാൾസ് ഡീക്കൻസിൻ്റെ ഡേവിഡ് കോപ്പർഫീൽഡ്, ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡീസ് തുടങ്ങിയ പുസ്തകങ്ങൾ, മോബി ഡിക്ക് തുടങ്ങിയ പുസ്തകങ്ങളെക്കുറിച്ചുള്ള ഒരു വളരെ സൂക്ഷ്മമായ മിനി ബ്രോണ്ടിയുടെ വുതറിംഗ് ഹൈറ്റ്സ്, ഈ നോവൽസിനെ കുറിച്ചൊക്കെയുള്ള ഒരു പഠനങ്ങൾ വന്നിട്ടുള്ള നല്ല പുസ്തകമാണ് 10 ഗ്രേറ്റ് നോവൽസ്. അപ്പോൾ ഒരു കാലത്ത് ഏറ്റവും ശ്രദ്ധേയരായ നോവലിസ്റ്റുകൾ എന്ന നിലയ്ക്ക് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു വാദ്യം വളരെ ശ്രദ്ധേയമാണ്. ഓരോ പുതിയ നോവൽ വരുമ്പോഴും അതുവരെയുള്ള നോവൽ കൺസെപ്റ്റ് മാറി വരും. പിന്നീട് വന്നതാണ് ഒരു ബൂം പോലെ വന്നതാണ് ഈ സ്ട്രീം ഓഫ് കോൺഷ്യസ് മെത്തേഡ് ആണ്, ബോധധാരാ പ്രസ്ഥാനം. മലയാളത്തിൽ അതിനധികം നല്ല ഉദാഹരണങ്ങളില്ല. പൂഞ്ഞിക്കര റാഫിയുടെ സ്വർഗദൂതനാണ് പറയാവുന്ന ഒരു ഉദാഹരണം. പിന്നെ വിലാസിൻ്റെ നോവൽസിൽ വല്ല ഉദാഹരണമാണ്. അപ്പോഴാണ് വിലാസിൻ്റെ പേര് വരുമ്പോൾ ഞാൻ ഓർത്തത്, നമ്മുടെ വലിയ ക്ഷമിക്കുക, എപ്പോഴും ഒരു അധ്യാപകന് ഒരു ക്രിറ്റിക്കൽ മൈൻഡ് കൂടി വേണമല്ലോ കാര്യങ്ങൾ പറയുമ്പോൾ. നമ്മുടെ വലിയ വിമർശകന്മാർ മിക്കവരും നല്ല നോവൽ വായനക്കാരല്ല. മുണ്ടശ്ശേരിയുടെ മാഷ് നോവൽ വായന വളരെ മോശമാണ്. അതിനേക്കാളും മോശം അഴീക്കോട് സാറിൻ്റെ. അഴീക്കോട് സാറ് നല്ല നോവൽ വായനക്കാരനേ അല്ല. അഴീക്കോട് സാറിൻ്റെ ലൈബ്രറി കണ്ടവർക്ക് അറിയാം, ലോകത്തിലെ പ്രസിദ്ധമായ ഒരു നോവലും സാറിൻ്റെ ബുക്ക് ലൈബ്രറിയിൽ ഇല്ല. സാറ് വായിച്ചിരുന്നത് അദ്ദേഹം വായിക്കുമായിരുന്നു ഡിറ്റക്റ്റീവ് നോവൽസാണ്. സത്യം അറിയുന്നവർക്ക് അറിയാം, ധാരാളം ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന ഒരു സ്വഭാവം അഴീക്കോട് സാറിനുണ്ടായിരുന്നു. ധാരാളം സാറ് വായിക്കും, അത് ലഭിക്കുകയും ചെയ്യും. അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്, തുറന്ന് എഴുതിയിട്ടുണ്ട്, ആത്മകഥയിലും പറയുന്നുണ്ട്. പക്ഷെ ലോകത്തിലെ ഈ വലിയ അതിൻ്റെ നഷ്ടം മുഴുവനും അഴീക്കോട് സാറിനുണ്ട് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ വലിയ അധികാരമായ നോവലിസ്റ്റുകളൊന്നും വായിച്ച് സാർ ആസ്വദിച്ചിട്ടില്ല. പിന്നെ മുണ്ടശ്ശേരി മാഷ്ക്കില്ല. മുണ്ടശ്ശേരിയുടെയൊക്കെ നോവൽ പ്രേമം എന്ന് പറയാവുന്നത് മോപ്പസാങ്, ഫാമിലി സോള എന്നൊക്കെ പറയുന്ന ആ ഒരു ഘട്ടമുണ്ടല്ലോ. എന്ന് മാത്രമല്ല, ആ കാലത്ത് വന്ന ഇപ്പോൾ മാർക്സിസ്റ്റ് സാഹിത്യ വിമർശകന്മാർ, ഞാൻ തുറന്നു തന്നെ പറയട്ടെ, മാർക്സിസ്റ്റ് സാഹിത്യ വിമർശകന്മാർ
ഏറ്റവും നല്ല നോവൽ വിമർശനമായി കണക്കാക്കുന്നത് റാൽഫ് ഫോക്സിൻ്റെ നോവൽ ആൻഡ് ദ പീപ്പിളാണ്. കൊണ്ടാടുമായിരുന്നു കേരളത്തിൽ. വായിച്ചവർക്കറിയാം മോശം പുസ്തകമാണ്, ഞാൻ അഭിപ്രായക്കാരില്ല. നോവൽ ആൻഡ് ദ പീപ്പിൾ നല്ല പുസ്തകമേ അല്ല. അദ്ദേഹത്തിൻ്റെ പല അസസ്മെൻറ്റും വസന്തമാഷ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും സാഹിത്യബോധമുള്ളവർക്ക്, ഈസ്തെറ്റിക്സ് ബോധമുള്ളവർക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. വേറെ കാലം അടക്കി പറഞ്ഞിരുന്നത് മാർക്സിസ്റ്റ് സൗന്ദര്യ ദർശനത്തിൻ്റെ രണ്ട് പ്രസിദ്ധരായ മാർക്സിസ്റ്റ് സാഹിത്യ വിമർശകന്മാർ, ഒന്ന് ക്രിസ്റ്റഫർ കോൾവെലും ഒന്ന് റാൽഫ് ഫോക്സും ആയിരുന്നു. നോവൽ പഠനത്തിൽ റാൽഫ് ഫോക്സ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ മലയാളത്തിലെ നമ്മുടെ പല വിമർശകന്മാരും, മലയാളത്തിലെ എഴുത്തുകാരിൽ പറയുന്നതിൽ അത്യുക്തിയുണ്ട്, എന്നാലും നമ്മൾ മനസ്സിലാക്കണം. ഏറ്റവും അധികം നന്നായി നോവൽ വായിക്കുന്നവരാരാണെന്നാണ് നമ്മൾ അന്വേഷിച്ച് പോയത്. സാനുമാഷ് വായിക്കുമായിരുന്നു, NP മുഹമ്മദ് വായിക്കുമായിരുന്നു, MT വായിക്കുമായിരുന്നു. അല്ലെ ഈ എഴുത്തുകാരിൽ ഇനിയും ആൾക്കാരുണ്ടാവും, ഞാൻ എല്ലാം അറിയുന്നു പക്ഷേ പറയല്ല. അതിൻ്റെ ഒരു സംസ്കാരം. ഇപ്പോൾ NP നന്നായി വായിക്കും, എനിക്കറിയാം, അടുത്തറിയാം. ഇപ്പോൾ ഹെർമനസൊക്കെ ഒക്കെ മുഴുവൻ ടെക്സ്റ്റും വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓൾഡ് മാനിൻ്റെ ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയെ പറ്റി നമ്മൾ പറയുകയല്ലേ, ഏണസ്റ്റ് ഹെമിംഗ്വേയെ പറ്റി മലയാളത്തിൽ ഒരാളെ എഴുതിയിട്ടുള്ളൂ, MT വാസുദേവനായിരുന്നു. ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുള്ളൂ. ഹെമിംഗ്വേ ഒരു മുഖവുര. ഹെമിംഗ്വേ ഒരു മുഖവുര, ചെറിയ പുസ്തകം, അത്ര കേമമായ പുസ്തകമല്ല, എന്നാലും വായിച്ചിരിക്കാവുന്ന ഒരു പുസ്തകമാണ്. അത് ആദ്യം തുടക്കം തന്നെ സരസ്വതി പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ, ഡോക്ടറായ അച്ഛൻ വെടി വെച്ച് മരിച്ചതിനെ കുറിച്ചുള്ള പരാമർശത്തോടു കൂടിയാണ് MT ഒരു ശൈലിയും. പിന്നെ MTക്ക് ഒരുപാട് നോവൽസ് വായിച്ചൊരു കൾച്ചറുണ്ട്, ഏറ്റവും പുതിയ പുതിയ നോവൽ വായിക്കുന്നവരൊക്കെ. അപ്പോൾ MT, NP മുഹമ്മദ്, പിന്നെ രാജകൃഷ്ണനെ പോലുള്ള ആൾക്കാർ, സാനുമാഷ് പ്രത്യേകിച്ചും, ഇവരൊക്കെയാണ് ഞാൻ മനസ്സിലാക്കി. PK രാജശേഖരൻ വായിക്കും, വേറെയും കുറേ പേരുണ്ടാവും, ഞാൻ ഇവരാരൊന്നും ആയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളത്തിലെ ഈ ലോക നോവലുണ്ടല്ലോ, ലോക നോവൽ വായിക്കുകയും അതിൽ അഭിരമിക്കുകയും, തീർച്ചയായിട്ടും വിലാസിനി ഏറ്റവും നല്ല നോവൽ കളക്ഷനും ആരുടെ ആയിരിക്കും, അത് വിലാസിനിലാവാനാണ് സാധ്യത. ഒരു പക്ഷേ M. കൃഷ്ണൻ നായർ സാറെ തോൽപ്പിക്കുന്ന രീതിയിൽ നോവൽസ് എല്ലാം വാങ്ങി ചിട്ടപ്പെടുത്തി ഭംഗിയായി ഞാനതൊക്കെ അനുഭവിച്ചതാണ്. നല്ല ചിട്ടയായി കവർ ചെയ്ത് നമ്പർ എഴുതി വെച്ച് വളരെ ശ്രദ്ധിക്കുമായിരുന്നു. നമ്മൾ വീട്ടിൽ പോയാൽ നമ്മൾ വായിക്കുന്ന സ്വഭാവക്കാരൻ ആരായാലും നമുക്ക് പുസ്തകം തരും, അത് എഴുതി വെക്കും. നമ്മൾ സമയത്തിന് കിട്ടിയില്ലെങ്കിൽ വീട്ടിൽ അന്വേഷിച്ച് വരും. ഇതൊക്കെ വിലാസിനിയുടെ സ്വഭാവങ്ങളാണ്. ഞാൻ ഈ ടോൾസ്റ്റോയോ ഡോസ്റ്റോവസ്കി എന്ന നോവൽ വിലാസിനിൽ നിന്ന് വാങ്ങിയിട്ടാണ് വായിച്ചത്, അത് കിട്ടാനില്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, വിലാസിനി വായിക്കും, പക്ഷെ വിലാസിനിയുടെ വിലാസിനിക്ക് പരീക്ഷണങ്ങളിൽ താല്പര്യമില്ല. ഈ നല്ല നോവലിസ്റ്റുകളുടെയും നല്ല നാടകങ്ങളുടെയൊക്കെ ഒരു ഗുണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് എക്സ്പെരിമെൻറ്റ്സ് ഇൻ ലിറ്ററേച്ചർ. സാഹിത്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് അത് റിയലിസം ഒന്നും അല്ല. സാഹിത്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത്, ഞാൻ ലിറ്റററി മോഡേണിസത്തിന് അനുകൂല. ലിറ്റററി മോഡേണിസം എന്ന് പറയുന്നത്, സാഹിത്യത്തിലെ പുതുമ എന്ന് പറയുന്നത് എക്സ്പെരിമെൻറ്റ്സാണ്. അങ്ങനെയാണ് ഈ അബ്സേർഡ് നാടകങ്ങളുടെ പ്രാധാന്യം. അങ്ങനെയാണ് T.S. എലിയറ്റിൻ്റെയും എസ്രാ പൗണ്ടിൻ്റെയും കമ്മിങ്സിൻ്റെയും ഒക്കെ പ്രാധാന്യം. അതാണ് ജെയിംസ് ജോയ്സിൻ്റെയും വിർജീനിയ വോൾഫിൻ്റെയും എമിലി ബോണ്ടിയുടെയും മാർഷൽ പോസ്റ്റിൻ്റെയും ഒക്കെ പ്രാധാന്യം. എക്സ്പെരിമെൻറ്റ്സ് നടത്തും ആ രീതിയിൽ. അപ്പോൾ അവർ കൊണ്ടുവരുന്നത് അതിനനുസരിച്ചിട്ട് നോവൽ വിമർശനവും മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറയാം, ആദ്യകാലത്ത് E.M. ഫോസ്റ്ററുടെ ആസ്പെക്ട്സ് ഓഫ് ദി നോവൽ. E.M. ഫോസ്റ്ററുടെ ആസ്പെക്ട്സ് ഓഫ് നോവലിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താ? കഥ. നോവലിൻ്റെ പ്രധാനപ്പെട്ട ഇതാണ് കഥ എന്നായി. The first thing, ഞാനത് ഉദ്ധരിക്കാം, the first thing a novel is to do is to tell the story, to tell the story and tell the story. 3 തവണ ആവർത്തിച്ച് പറയുന്നുണ്ട് E.M. ഫോസ്റ്റർ. അതാണ് നമ്മുടെ M.P. പോളിൻ്റെ നോവൽ സാഹിത്യം എന്ന പുസ്തകത്തിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ E.M. ഫോസ്റ്ററുടെ ആസ്പെക്ട്സ് ഓഫ് ദി നോവലാണ് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. മുഴുവൻ ശരിയല്ല, എന്നാലും തെറ്റില്ല. M.P. പോളിനെ ഒരു വ്യക്തി അങ്ങനെ ഉപജീവിച്ചെന്നെ എഴുതൂലല്ലോ. പക്ഷെ അതാണ് അതിൻ്റെ ഒരു ബേസിസ്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഹെൻറി ജെയിംസ് വന്നു. അദ്ദേഹം സ്വയം നോവലിസ്റ്റാണ്. E.M. ഫോസ്റ്റർ അതെ പാസേജ് ഇന്ത്യയൊക്കെ ആണല്ലേ. ഹെൻറി ജെയിംസ് പറയുമ്പോൾ നോവലിൽ കഥ അത്ര പ്രധാനമല്ല. ഈ ഓൾഡ് മാൻ ആൻഡ് ദ സീക്കും അത് ബാധകമായതുകൊണ്ടാണ് അത് പ്രത്യേകം പറയുന്നത്. ഹെൻറി ജെയിംസ് പറയുന്നത് നാശം ഒരു കഥ വേണമെന്ന്.
ആണ്. ഒട്ടും ഇഷ്ടമല്ല. അതാണ് അദ്ദേഹത്തിൻ്റെ വാചകം. അതാണ് നാശം ഒരു കഥ വേണം എന്ന് പറഞ്ഞു തുടങ്ങി ഹെൻറി ജെയിംസ്. ഒരു കഥയുമില്ലാതെ നോവൽ എഴുതാനാണ് എനിക്കിഷ്ടം എന്ന് പിന്നീട് വലിയ പല നോവലിസ്റ്റും. ഇപ്പം ഫ്ലോബർട്ട് ഒരു ഒന്നാന്തര നോവലിസ്റ്റാണ്. മാഡം ബൗറി വായിച്ചവർക്കറിയാം. ഈ മാഡം ബൗറിയും ഇതൊക്കെ ഒന്ന് മോബി ഡിക്കൊക്കെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പുസ്തകങ്ങളാണ്. ഓൾഡ് മാൻ സീയെ പറ്റി. അപ്പോൾ കഥ എന്നുള്ളത് പ്രധാനമാണ് കരുതിയിരുന്ന ഒരു കാലത്ത് നിന്ന് കഥ പ്രധാനമല്ല ഒരു കാലത്തിലേക്ക് നോവലെത്തി. അത് ഓൾഡ് മാൻ ആൻഡ് ദ സീക്കും ബാധക. ഓൾഡ് മാൻ ആൻഡ് ദ സീ ഒരു 100 പേജ് ഉള്ള ഒരു പുസ്തകമാണത്. മുസക്കുട്ടിയെ തർജ്ജമയായിട്ടുണ്ട്. 100 പേജുള്ളൊരു ഏകദേശം ഒരു 100 പേജ് വരുന്നൊരു പുസ്തകമാണ്. അങ്ങനെ കാര്യമായിട്ട് കഥയുമില്ല. അതാണ്. അപ്പം ഞാൻ ഒരു രീതിയിൽ പറഞ്ഞു. അപ്പോൾ പക്ഷേ അതിൽ ഒരു പ്രതിപാദ്യം ഉണ്ടാകുന്നതിൻ്റെ പ്രാധാന്യം എന്തൊക്കെ പറഞ്ഞു വരുമ്പോഴും നാശം ഒരു കഥ വേണം എന്ന് പറഞ്ഞ പോലെ നോവലിൽ കഥ പ്രധാനമാണ്. അതുകൊണ്ട് കഥ അതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ അല്ലെങ്കിൽ പ്രതിപാദ്യം, തീം എന്നൊക്കെ പല ഭാഷയിൽ പറയുന്ന ഇതുണ്ടല്ലോ, ആ രീതിയിൽ ഇതല്ല. പക്ഷെ അതിലൊരു ഒരു 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 ഇത് ഈ ഹെമിംഗ്വേക്ക് വരുമ്പോൾ പറഞ്ഞത്, ഹെമിംഗ്വേ അതുവരെയുള്ള നോവലിൻ്റെ ഘടനയിൽ തന്നെ മാറ്റം വരുത്തി. ഈ വ്യക്തത്തെ പറ്റി ഞാൻ അധികം പറയുന്നില്ല. സരസ്വതി ഏറെക്കുറെ പ്രാസംഗിനൊക്കെ അത് ഏറെക്കുറെ വിസ്തരിച്ച് പറഞ്ഞു. പക്ഷേ ഹെമിംഗ്വേക്ക് ഉള്ള ഒരു പ്രത്യേകത, ഹെമിംഗ്വേ മരിച്ചപ്പോൾ ഹെമിംഗ്വേ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരാൾ വില്യം ഫോക്നർ. അങ്ങനെ ഒരു നോവലിസ്റ്റുണ്ട്. നോബൽ പ്രൈസ് കിട്ടിയ ആളാ, ചെറിയ ആളൊന്നുമല്ല. നോബൽ പ്രൈസ് കിട്ടിയ വില്യം ഫോക്നറെയും ഏണസ്റ്റ് ഹെമിംഗ്വേയും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ മാത്രമേ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ ഓർക്കുന്നു, ഹെമിംഗ്വേ മരിക്കുമ്പോൾ കെന്നഡി ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ലോകത്തിലെ മഹാനായ ഒരു പൗരൻ മരിച്ചു എന്നാണ് കെന്നഡി പറഞ്ഞത്. അതുപോലെ അന്നത്തെ ഒരു വളരെ പ്രസിദ്ധനായ ഒരു സാഹിത്യ വിമർശകനായിരുന്നു മാക്ലീഷ്. MT ഏതൊരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മാക്ലീഷ് ഒരു പുസ്തകം ആരംഭിക്കുന്നത് മാക്ലീഷിൻ്റെ ഒരു വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ്. അതെ, അജ്വാൾ മാക്ലീഷ്. പോയട്രി ആൻഡ് എക്സ്പീരിയൻസ്. നല്ല പുസ്തകം, ചെറിയ പുസ്തകം, നല്ല പുസ്തകം. അതൊക്കെ പോയട്രി ആൻഡ് എക്സ്പീരിയൻസ്, കവിതയെ പറ്റിയുള്ള ഏറ്റവും മനോഹരമായ പുസ്തകങ്ങളിലൊന്നാണ് മാക്ലീഷിൻ്റെ പോയട്രി ആൻഡ് എക്സ്പീരിയൻസ്. ഞാൻ പറയുന്നത് ഹെമിംഗ്വേയെ പറ്റി മതിപ്പ് പറഞ്ഞ ആൾക്കാർ ലോക സാഹിത്യത്തിലെ സെൻസിബിലിറ്റിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്ത ആൾക്കാരാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. മാക്ലീഷ് പറയുന്നത് ഭൂമിയിൽ ദൈവത്തിൻ്റെ ചാരനായിരുന്നു ഏണസ്റ്റ് ഹെമിംഗ്വേ. ദൈവത്തിൻ്റെ ചാരനായിട്ടാണ് ഇദ്ദേഹം. അപ്പം അത്രയും ഒരു വലിപ്പം ആണെന്നുണ്ട്. മാത്രമല്ല വേറൊരു വലിയ വിമർശനം പറഞ്ഞു, ഷേക്സ്പിയറിന് ശേഷം ഉണ്ടായ ഏറ്റവും മഹാനായ സാഹിത്യകാരനാര് എന്ന് ചോദിച്ചാൽ ഞാൻ ഏണസ്റ്റ് ഹെമിംഗ്വേ ആണെന്ന് പറയും എന്ന് വേറൊരു പ്രസിദ്ധനായ സാഹിത്യ വിമർശനം വരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും ആരാധ്യത, അത്രയും പ്രാമാണികത, അത്രയും മേന്മ ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് ലോക നോവലിൽ ഉണ്ടായിരുന്നു എന്നുള്ളവരാണ്. 1930s ശേഷം അമേരിക്കൻ ലിറ്ററേച്ചറിനെ പറ്റി ഒരു പുസ്തകമുണ്ട്, മാർക്കസ് കൺലീഫിൻ്റെ. സാൽമാഷ മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ സാഹിത്യത്തിന് ഒരു ആമുഖം എന്ന പേരിലോ മറ്റോ. അമേരിക്കൻ ലിറ്ററേച്ചറിൻ്റെ നല്ലൊരു സാഹിത്യത്തിലാണ് ഈ മാർക്കസ് കൺലീഫിൻ്റെ ഇതാണ്. അതൊക്കെ ഒന്ന് ഇത് സീരിയസ് ആയി വായിക്കണം എന്നുള്ള ആൾക്കാർ ഇതൊക്കെ നോക്കുന്നത് നല്ലതാണ്. അതുപോലെ ആധുനിക സാഹിത്യത്തെയും സാഹിത്യകാരന്മാരെയും യുവതലമുറയെ തന്നെയും ഏറ്റവും സ്വാധീനിച്ച മഹാനായ എഴുത്തുകാരനാര് എന്ന് ചോദിച്ചപ്പോൾ നോർമൻ മെയിലർ, ആ പേര് ഓർക്കുക. 30-40കളിൽ അമേരിക്കൻ നോവലിലെ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളായിരുന്നു നോർമൻ മെയിലർ. ഹെമിംഗ്വേയാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പം അതാണ്. 20ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഏണസ്റ്റ് ഹെമിംഗ്വേ ജീവിച്ചതാണെന്ന് വേറൊരു പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ ചില പഠനങ്ങൾ, ഇപ്പോൾ ഓൾഡ് മാൻ ആൻഡ് ദ സീയെ പറ്റി ഒരുപാട് പണ്ഡിതന്മാർ എഴുതിയ ഒരു പുസ്തകമാണ്. അതിൽ ഈ ഹാരോൾഡ് ബ്ലൂം എഴുതിയത്. ഹാരോൾഡ് ബ്ലൂമിനെ അപ്പൻ ഉദ്ധരിക്കുന്നുണ്ട് ഹെമിംഗ്വേയെ പറ്റി പറയുമ്പോൾ. അപ്പം ആ രീതിയിൽ ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ
വലിയ എഴുത്തുകാരെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു ശ്രദ്ധേയമായ പേരാണ് ഹെമിംഗ്വേ. എന്താ ഹെമിംഗ്വേയുടെ പ്രത്യേകത? ഹെമിംഗ്വേ പലർക്കും ഇഷ്ടമാണ് ആ ജീവിതം തന്നെയാണ്. ഒരു 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 പ്രത്യേകതരം ജീവിതം ജീവിക്കുന്നത്. അത് പറഞ്ഞു ധാരാളം എഴുതിയിട്ടുമുണ്ട്. ടി.എസ്. എലിയറ്റ് പറയും ഒരു വലിയ എഴുത്തുകാരൻ്റെ ഒരു പ്രത്യേകത എണ്ണം തന്നെയാണ്. ആ അഭിപ്രായക്കാരനാണ് ടി.എസ്. എലിയറ്റ്. നോബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരനാണ് ടി.എസ്. എലിയറ്റ് എന്ന് ഓർക്കണം. അതാണ് അദ്ദേഹം. വലിയ കവിയുമാണ്, വലിയ വിമർശകനുമാണ്. ഇദ്ദേഹവും അതെ 10ലേറെ നോവൽസ് എഴുതിയിട്ടുണ്ട് ഏണസ്റ്റ് ഹെമിംഗ്വേ. ഒരു ചെറിയ പ്രഭാഷണത്തെ ഒതുക്കാവുന്നതല്ല അദ്ദേഹത്തിൻ്റെത്. 6 അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് തന്നെ എഴുതിയതാണ്. മറ്റത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പ്രസിദ്ധീകരിച്ചത്. ധാരാളം ചെറുകഥകൾ, 100 ചെറുകഥകൾ ഹെമിംഗ്വേ എഴുതിയിട്ടുണ്ട്. ഇത് മാത്രമല്ല വില്യം ഫോക്നർ, ആ പേര് ഞാൻ ആവർത്തിക്കുന്നത് മലയാളി തീരെ ശ്രദ്ധിക്കാതെ പോയ ലോകത്തിലെ ഒരു വലിയ എഴുത്തുകാരനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. വില്യം ഫോക്നർ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ സൗണ്ട് ആൻഡ് ഫ്യൂരിയൊക്കെ 1-ാം തരം പുസ്തകമാണ്. മലയാളം അവഗണിച്ചൊരു പുസ്തകം സൗണ്ട് ആൻഡ് ഫ്യൂരി ഫോക്നറുടെ. ഈ വില്യം ഫോക്നർ പറയുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ നല്ല നോവലിസ്റ്റ് എന്നതിനേക്കാൾ ഏറെ നല്ല കഥാകൃത്താണെന്നാണ്. ഫോക്നറുടെയാണ് അഭിപ്രായം. നോക്കണം. ഇതാണ് അദ്ദേഹം നല്ല നോവലിസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷെ ഒട്ടും കുറയാതെ അദ്ദേഹം വലിയ കഥാകൃത്താണ് എന്ന് പറയുന്നുണ്ട്. ചെക്കോവിനേക്കാളൊക്കെ വലിയ കഥാകൃത്ത്, ലോകത്തിലെ തന്നെ പ്രസിദ്ധനായ പ്രഗത്ഭനായ നല്ല സർഗവൈഭവമുള്ള ഒരു ചെറുകഥാകൃത്താണ് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് വില്യം ഫോക്നർ ആണ്, മറ്റൊരു പ്രശസ്ത സാഹിത്യകാരനും നോബൽ പ്രൈസ് വിന്നറുമായ അദ്ദേഹം പറയുന്നുണ്ട്. 100 ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല മറ്റ് പല വിഷയങ്ങളെക്കുറിച്ചും 20 പുസ്തകങ്ങളുണ്ട്. അങ്ങനെ ധാരാളം രചിച്ച തൻ്റെ ഈ ജീവിതത്തിൽ പറഞ്ഞല്ലോ, തൻ്റെ ആ 62 കാലത്ത് ആ ജീവിതകാലത്തിൽ ധാരാളം രചനകൾ രചിച്ച ആണ്. അതിൽ അദ്ദേഹം അഡ്വഞ്ചറിസവും ആർട്ടിസ്റ്റിക് ലൈഫും ഡിഫറൻ്റായ തരത്തിൽ അതെല്ലാം ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു വലിയ ജീവിതം ജീവിച്ചു. എന്താണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ വലിയ കോൺട്രിബ്യൂഷൻ? അദ്ദേഹത്തിൻ്റെ ജീവിതമാണെന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആരാധകന്മാരും ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. ഈ ഏണസ്റ്റ് ഹെമിംഗ്വേ മരിച്ച കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും. ആ കാലത്തേക്കുള്ള ലോകത്തിൻ്റെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. ഒരു അധ്യാപകർക്ക് ഞാൻ കണക്കുകൾ പറയണം. 1829 ജൂലൈ 2 ജനനം. ഇതാണ് 1961 ജൂലൈ 2 മരണം. ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലം. ചെറിയ കാലം തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അമ്മേനെ തീരെ ഇഷ്ടമല്ലായിരുന്നു ജീവിതത്തിൽ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ലേഡി ക്യാരക്ടേഴ്സിൽ ആരും ഒരു ഇതല്ല. ഭാര്യമാരെയും അറിയാതെ സ്ത്രീകളെ ഇഷ്ടമല്ലാത്ത ഒരാളാണ്. ലോകത്തിൽ സ്ത്രീകളെ തീരെ ഇഷ്ടമില്ലാത്ത, സ്ത്രീകളോട് ഏറ്റവും അധികം പടവരുതിയ ചിന്തകനാരാ? അത് ഫ്രെഡറിക് നീഷയാണ്. ഈ പലപ്പോഴും ഹെമിംഗ്വേ വായിക്കുമ്പോൾ നീഷയെ ഓർത്തു പോകും. ഈ ഓൾഡ് മാൻ ആൻഡ് ദ സീ തന്നെ ഒരു വായനാശീലമുള്ളവർക്കൊക്കെ ഒരു സുഖമാണ്. ഓൾഡ് മാൻ ആൻഡ് ദ സീയിൽ ഈ സ്രാവിന് താൻ പിടിച്ച മീനിൻ്റെ പിറകെ ഇദ്ദേഹത്തിൻ്റെ ഈ കടലിലെ കൂടെയുള്ളൊരു പോക്കുണ്ട്. പോകുമ്പോൾ അദ്ദേഹം ജീവിതത്തെ പറ്റിയൊക്കെ ചിന്തിക്കുന്ന ഒരു ചിന്തകളുണ്ട്. അതിഗംഭീരമാണ്. അതാണ് അതോടാണ് അദ്ദേഹം മരണത്തിൻ്റെ സാഹിത്യകാരൻ എന്ന് ചില ആൾക്കാർ പറയുന്ന അർത്ഥത്തിലാണ്. അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ ഒരു നോക്കാവുന്ന ഒന്ന് ചിന്തകനായ ഫ്രെഡറിക് നീഷെ, ജർമ്മൻകാരനാണ്. നീഷയുടെ ദ സ്പേസ് സരത്തൂസ്ട്ര എന്നിട്ടൊരു പുസ്തകമുണ്ട്. ലോകത്തിലെ തന്നെ 10 നല്ല പുസ്തകം എടുത്താൽ ഒന്നാതാ ദ സ്പേസ് സരത്തൂസ്ട്ര. സരത്തൂസ്ട്ര എന്നൊരു കഥാപാത്രം സൂപ്പർമാൻ തിയറിയാണ് നീഷ കൊണ്ടുവന്നത്. അതിൽ സരത്തൂസ്ട്ര ഇങ്ങനെ കുന്നുകയറി പോകുമ്പോൾ ഒരു സർപ്പം കടിക്കുന്നുണ്ട്. ഞാൻ ഈ ഓൾഡ് മാൻ ആൻഡ് സീയെ സാന്റിയാഗോവായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താവുന്നേ ഉള്ളൂ. സർപ്പം കടിക്കുമ്പോൾ ഈ സർപ്പത്തോട് നീഷയുടെ ഒരു സരത്തൂസ്ട്രയുടെ ഒരു പ്രസംഗമുണ്ട്. തന്നെ കടിക്കുന്ന ഈ സർപ്പത്തോട് ഉള്ള ഒരു പ്രഭാഷണമുണ്ട് സരത്തൂസ്ട്രയുടെ 1-ാം തരം. അത് ആ ഒരു ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്കൊക്കെ പോകുന്ന ഒരു തലം. ആ ഒരു തലം നീഷയുടെ ഫിലോസഫിയിൽ ജർമ്മൻ ഫിലോസഫറായ ഫ്രെഡറിക് നീഷയ്ക്ക് ഉണ്ടായിരുന്ന ഒരു തലം സാഹിത്യത്തിൽ ഏണസ്റ്റ് ഹെമിംഗ്വേക്കും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ്
ഞാനിതുകൊണ്ട് സൂചിപ്പിച്ചത്. അപ്പോൾ രണ്ടുപേർക്കുള്ള വേറൊരു കോമൺ ഫാക്ട് സ്ത്രീകൾ ഉള്ള വെറുപ്പാണ്. മനുഷ്യർക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. സ്ത്രീകൾക്ക് ശ്രീവിദ്വേഷമുള്ളവർ വായിക്കാവുന്ന ഒരു ഫിലോസഫറാണ് ഫ്രെഡറിക് നീഷെ എന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇതാണ് ബിയോണ്ട് ദി ഗുഡ് ആൻഡ് ഈവിൾ എന്നുള്ള പുസ്തകമൊക്കെ വായിച്ചാൽ മനസ്സിലാവും. അറസ്റ്റഡ് ഗ്രോത്ത് എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ ഈ വികാസത്തിന്റെ ഘടനയിൽ എവിടെയോ ഒരു അറസ്റ്റ് വന്നു, അതാണ് സ്ത്രീ എന്നാണ് നീഷ പറയുന്നത്. പോട്ടെ, അത് കടക്കുന്നില്ല. അങ്ങനെ ഒരു ഞാൻ പറഞ്ഞു വരുന്നത്, ഈ അധികം സമയം ഏണസ്റ്റമിലേക്കും ഈ ഇതുണ്ടെന്നും സ്ത്രീകളെ കഥാപാത്രങ്ങളൊന്നും സ്ത്രീകളെ അതേ വലിപ്പം കാണിക്കുന്നില്ല. അതും വിമർശകന്മാർ പറയുന്നത് അമ്മയോടുള്ള ദേഷ്യമായിരിക്കുന്നു. അതറിയാം, ഞാൻ നോക്കിയിട്ടുണ്ട്. ആ രീതിയിലാണ്. പക്ഷേ ഒരു വല്ലാത്തൊരു ധീരന ഉണ്ടായിരുന്നല്ലോ. സരസ്വതി പറഞ്ഞു 17-ാം വയസ്സ് തന്നെ പത്രക്കാരനെ ജോലി ആഗ്രഹിച്ചു, സിനി സ്റ്റാറിൽ എഴുതി. പല തലങ്ങളിലുള്ള ആൾക്കാരാണ്. ജേർണലിസ്റ്റായി പറഞ്ഞു. സ്പെയിനിലുണ്ടാകുന്ന കാലത്ത് കാളപ്പോര് വലിയ ഇതായിരുന്നു. മത്സ്യവേട്ട, തിമിംഗല വേട്ട, കാളപ്പോര്, യുദ്ധത്തിലങ്ങ് ചേർന്നതാ. സ്പാനിഷ് യുദ്ധത്തിലൊക്കെ അദ്ദേഹം പോയി ചേർന്നത് തന്നെയാണ്. അതിലൊക്കെ ഉള്ള ഒരു താല്പര്യത്താണ്. സരസ്വതി പറഞ്ഞല്ലോ, യുദ്ധത്തിൽ വെച്ച് മുറിവേറ്റ് ദീർഘകാലം ചികിത്സയിൽ കഴിഞ്ഞതിൻ്റെ അതിൻ്റെ പ്രത്യേകത. നല്ല പൗരുഷത്തിൻ്റെ ആളാണ്. അച്ഛനുമായിരുന്നു ഒരു പൗരുഷം. അത് എഴുത്തിലൊക്കെ ഉണ്ട്. സ്റ്റൈലിനെ പറ്റി ആ ഒരു കരുത്ത് അദ്ദേഹത്തിൻ്റെ ശൈലികളുണ്ട്. സരസ്വതി പറഞ്ഞല്ലോ, ഫോർ ഹൂം ദ ബെൽ ടോൾസും മണിമുഴങ്ങുന്നത് ആർക്ക് വേണ്ടി എന്നൊക്കെയുള്ള പുസ്തകമൊക്കെ വായിച്ചാൽ അറിയാം. ശൈലിക്കൊരു ബലമുണ്ട്. ആ ബലം അദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഈസ് മാൻ എന്ന് പറയും. ഒരു എഴുത്തുകാരൻ്റെ ശൈലി അവർ തന്നെയാണ്. മറ്റൊന്ന് സ്റ്റൈൽ ഈസ് സബ്ജക്റ്റ് മാറുമ്പോഴും ശൈലി മാറും. ഈ സ്റ്റൈൽ ഈസ് മാൻ എന്നുള്ള ചൊല്ല് ഏറ്റവും അർത്ഥവത്താവുന്നത് ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ്. പിന്നെ എന്നാൽ അച്ഛനും അമ്മയും രണ്ടുപേരും വ്യത്യസ്ത തരക്കാരാണ്. അച്ഛൻ നല്ല ഡോക്ടറാണ്. അതിലെല്ലാറ്റിലും വളരെ ഒരു പൗരുഷത്തിൻ്റെ പ്രതീകമായിരുന്നു. അമ്മ ഒരു ഏഞ്ചൽ ഇൻ ദ ഹൗസ് എന്ന് വിർജീനിയ വുൾഫൊക്കെ പറയുന്ന രീതിയിൽ തൻ്റെ കുടുംബത്തിൻ്റെ ഒരു മഹത്വത്തെ പറ്റി എപ്പോഴും ബോധമുള്ള, അതിൽ അമിതമായ ശ്രദ്ധയുള്ള പ്രകൃതക്കാരിയായിരുന്നു എന്നറിയാം. ഈ നോവലിസ്റ്റുകളെ പറ്റി പറയുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ വന്നിട്ട് പിന്നെ ഒരു ഘട്ടത്തിൽ നോവലുകൾ അടക്കി ഭരിച്ച് ഞങ്ങളെയൊക്കെ വായന നേരത്തെ പറഞ്ഞ 10 ഗ്രേറ്റ് നോവൽസും അതെല്ലാം കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ ലോകത്തിലെ പ്രസിദ്ധരായ നോവലിസ്റ്റുകൾ, ആൾക്കാർ ശ്രദ്ധിക്കുന്ന നോവലിസ്റ്റുകളായി മാറിയത് ഒന്ന് കാഫ്കയായിരുന്നു. അമേരിക്ക, മെറ്റമോർഫോസിസ് എന്ന അദ്ദേഹത്തിൻ്റെ നോവലുകൾ ഒക്കെ തന്നെ കാണും. പ്ലേഗ് ഒക്കെ. പിന്നെ ഒന്ന് കാമുമായിരുന്നു, ഔട്ട്സൈഡർ ഒക്കെ ആയിരുന്നു. പിന്നെ ഒന്ന് ഞാൻ ആ പേരൊക്കെ നിങ്ങളൊന്ന് കേട്ടിരിക്കണം. ഒന്ന് സോൾസെനിസ്റ്റ്, അപ്പോഴേ കൊല്ലം കൂടെ ഇങ്ങോട്ട് വന്നു. സോൾസെനിസ്റ്റ് ഏണസ്റ്റ് ഹെമിംഗ്വേ കഴിഞ്ഞ ഉടനെ ഏറ്റവും ശ്രദ്ധേയമാണ് സോൾബെല്ലോ ആണ്. സോൾബെല്ലോന് നോബൽ പ്രൈസ് കിട്ടി. സോൾബെല്ലോ, ഫോക്നർ അവരൊക്കെയാണ്, നോർമൻ മെയിലർ ഇവരൊക്കെയാണ് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ആ കാലത്തും ഒക്കെ ആ ഘട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയരായ ആൾക്കാർ. പിന്നെ ഈ ഇത് വന്നു, എക്സിസ്റ്റൻഷ്യലിസം വന്നു. അപ്പോഴാണ് പിന്നെ വായനക്കാർ താല്പര്യങ്ങളിലൊക്കെ ഒന്ന് അതിൽ സാത്രയുടെ ഫ്ലൈസ്, ഏജ് ഓഫ് റീസൺ, നോസിയ ഒക്കെ മലയാളം അത് കൊണ്ടാടിയൊരു കാലം ഉണ്ടായിരുന്നു. ഞങ്ങളൊക്കെ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന ആ കാലമൊക്കെ അതാ 66, 67, 68 കാലങ്ങളിലൊക്കെ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ കാലം. അയാൾ ഒരു മണ്ടനാണ്. ഒരു ചൊല്ലുണ്ടായിരുന്നു അത്ര ലോകത്തിൽ, അയാൾ മണ്ടനാണ്, അയാൾക്ക് അസ്തിത്വവാദത്തെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അതാണ് ക്രൈറ്റീരിയ. അതാണ്. അപ്പോൾ എക്സിസ്റ്റൻഷ്യലിസം അത് രണ്ട്, ഒന്ന് കീർക്കെഗാഡിൻ്റെ ഈശ്വര വിശ്വാസ അധിഷ്ഠിതമായ കാലം, മറ്റൊന്ന് നിരീശ്വരവാദ അധിഷ്ഠിതമായ ജീൻ പോൾ സാർത്രെയാണ് നോബൽ സമ്മാനം കിട്ടിയിട്ട്, ഫ്രഞ്ച് എഴുത്തുകാരനാണ്. നോബൽ സമ്മാനം കിട്ടിയിട്ട് നോബൽ സമ്മാനം വേണ്ട എന്ന് പറഞ്ഞ ആളാണ് ജീൻ പോൾ സാർത്രെ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സൗന്ദര്യബോധത്തിൻ്റെ ഒരു ലൈനുണ്ട്. അവിടെയാണ് ഹെർമൻ തോമസ് മാൻ ഒക്കെ ബോക്സാണ് പറഞ്ഞത്. ഒന്നാമത്തെ നോവലാണ് മാജിക് മൗണ്ടൻ, വുഡൻ ബ്രൂക്സ്, ബ്ലാക്ക് സാൻ,
ബ്ലാക്ക് സാനൊക്കെ ഞാൻ വായിച്ച് 66 ഞാൻ വായിച്ചത് ഞാൻ ഓർക്കുന്നു. അത് അതിൻ്റെയൊക്കെ ഒരു പോക്ക് നല്ല സൗന്ദര്യാത്മകമായ മാജിക് മൗണ്ടനൊക്കെ ഒന്നാന്തരം നോവലാണ്. ബ്ലിഡൻ ബുക്സ് കേരള സാഹിത്യ അക്കാദമി തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നല്ല നോവലാണ്. അപ്പോൾ തോമസ് മാൻ ഒരു ഇത് കൊണ്ടുവന്നു. മറ്റൊന്ന് ആത്മീയതയും ജീവിതത്തിൻ്റെ ആ തലങ്ങളൊക്കെ കൂടി ഹർമനസ് വന്നു. ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ നല്ല നോവൽസ് എല്ലാം വലിയ നോവൽസാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി പറയാവുന്ന 3 നോവൽസ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഞാൻ അങ്ങനെ ആലോചിച്ച് പറയുന്നതല്ല, പ്രസംഗിക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ഇങ്ങനെ വരുമോരോദശ വന്ന പോലെ ചിന്തകൾ വന്നുകൊണ്ട് പോലെ പറഞ്ഞു പോകുന്നതാണ്. ചെറിയ നോവലിൽ നല്ല നോവലായിട്ട് പറയാവുന്ന 3 എണ്ണം. ഒന്ന് ഓൾഡ് മാൻ ആൻഡ് ദ സീ, വാണസ്വാമികളുടെ. മറ്റൊന്ന് ഹർമനസിൻ്റെ സിദ്ധാർത്ഥ. മറ്റൊന്ന് കാമുവിൻ്റെ ഔട്ട്സൈഡർ. 3 ചെറിയ നോവൽസാണ്. അതിൽ പക്ഷെ എല്ലാം ഒരു നല്ല നോവൽസ്. സിദ്ധാർത്ഥ നിങ്ങൾക്കറിയാമല്ലോ, ഗുണ്ടർട്ടിൻ്റെ ഗ്രാൻഡ് സണ്ണായിരുന്നു ഹർമനസ്. ഗ്രാൻഡ് സണ്ണാണ്. അതെന്തുകൊണ്ട് ഒരു ഇന്ത്യൻ ഫിലോസഫിയുടെയൊക്കെ ഒരു സാനമാഷ നല്ല ലേഖനം. സിദ്ധാർത്ഥയെ പറ്റിയുള്ള മാഷ പഠനം ഒന്നാന്തരം പഠനം വായിക്കേണ്ടതാണ്. അത് വായിക്കണം. ഹർമനസയുടെ സിദ്ധാർത്ഥയും വായിക്കണം. ജീവിതത്തിൻ്റെ ഒരു മഹത്വത്തെക്കുറിച്ചും ഒക്കെയുള്ള ഈ നല്ല നോവൽസും നല്ല നാടകങ്ങളും വായിച്ചാൽ പിന്നെ കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അല്ലാതായി മാറും. അത്ര ഒരു മെറ്റമോർഫോസിസ് നമുക്ക് സംഭവിക്കുന്നു എന്നാണ് എൻ്റെ അനുഭവം. അതൊരു സ്വാധീനം ചെലുത്താവുന്ന ഒരു നോവലാണ് ഈ ഹർമനസയുടെ സിദ്ധാർത്ഥ. അതാണ്. പിന്നെ അതൊരു തരം. മറ്റൊരു ഭൗതിക തലം ഇദ്ദേഹത്തിനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നന്നായി കളിക്കും, നല്ല ഫുട്ബോൾ കളിക്കുമായിരുന്നു അത്രേ. ബോക്സിംഗ് ഉണ്ട്, മീൻപിടുത്തമുണ്ട്, സാഹസികതയുണ്ട്. അങ്ങനെ ഒരു ലോകം. ഈ ലോകത്തിലും അധികം ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു തലമുണ്ടായിരുന്നു പുസ്തകങ്ങൾ. ചില എഴുത്തുകാർ മാത്രമല്ല, വലിയ വായനക്കാരും അതെ. ഇപ്പോൾ ജീൻ പോൾ സാത്രെ, നൊബൽ സമ്മാനം കിട്ടിയ എഴുത്തുകാരനും ചിന്തകനുമായ ജീൻ പോൾ സാത്രയുടെ ആത്മകഥയുണ്ട്. ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന കാലത്താണ് അത് വന്നത്. വേർഡ്സ് എന്നാണ് പേര് തന്നെയാണ്. തൻ്റെ ആത്മകഥയ്ക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്ന പേര് വേർഡ്സ് എന്നാണ്. പിന്നെ എഴുത്തുകാരന് വാക്കുകളാണ് പ്രധാനം. വേർഡ്സ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ഐ വാസ് ബോൺ ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ബുക്സ്. പുസ്തകത്തിൻ്റെ ഇടയിലാണ് ഞാൻ ജനിച്ചത്, അതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീൻ പോൾ സാർട്രിൻ്റെ ആത്മകഥ ആരംഭിക്കുന്നത് തന്നെ. ഇത് പറയാൻ കാരണം, ഏണസ്റ്റ് ഹെമിംഗ്വേ ഇതൊക്കെ ചെയ്യുമ്പോഴും നല്ല വായനാശീലം ഉണ്ടായിരുന്നു. സ്വന്തമായ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു. അതിൽ മുന്തിയ പുസ്തകങ്ങളുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഇതാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എല്ലായിട്ടും ചാടി വീഴും. 5 യുദ്ധങ്ങളിൽ പങ്കെടുത്തു. പറഞ്ഞ പോലെ 4 സ്ത്രീകളെ വിവാഹം ചെയ്തു. അങ്ങനെ പക്ഷെ ഒന്നിനും പരാജയം സമ്മതിക്കാത്ത ഒരാൾ, പരാജയം സമ്മതിക്കാത്ത ഒരു സിംഹം എന്ന് പറയും. അവസാന കാലത്ത് ചില ആൾക്കാരുടെ ലാസ്റ്റ് വേർഡ്സ് പ്രധാനമാണ്. ഇപ്പോൾ ഗെയ്സെ മരിക്കുമ്പോൾ അവസാനം പറഞ്ഞത് വെളിച്ചം, കൂടുതൽ വെളിച്ചം എന്ന് പറഞ്ഞുകൊണ്ടാണെന്ന് പറയാറുണ്ട്. അതൊരു വേറൊരു വിഷയം നമുക്ക് ഒരു ചർച്ച ചെയ്യാം. ഓരോ വലിയ ആൾക്കാരും മരിക്കുമ്പോൾ അവസാനം പറഞ്ഞ വാക്കുകൾ എന്താ, ഒരു നല്ല വിഷയമാണ്. ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് സീല് അദ്ദേഹം പറഞ്ഞല്ല, അദ്ദേഹത്തിൻ്റെ ഓൾഡ് മാൻ ആൻഡ് ദ സീല്, ഈ വൃദ്ധൻ മരിക്കുന്നത് സിംഹത്തെ സ്വപ്നം കണ്ട. അതാണ്, സിംഹത്തെ സ്വപ്നം കണ്ട അദ്ദേഹം മരിക്കുന്നത് എന്ന് ഏണസ്റ്റ് ഹെമിംഗ്വേ എഴുതുന്നുണ്ട്. ഇതാണ്. അപ്പോൾ അതൊരു പ്രകൃതമാണ്. അതാണ്. അപ്പോൾ വളരെ അദ്ദേഹം ഹെമിംഗ്വേ അല്ല, സാന്റിയാഗോ അവസാനം സ്വപ്നം കാണുന്ന സിംഹത്തെയാണ്, ഈ കഥാപാത്രത്തെ. അതെ ഈ ആ കുട്ടിയോട് പറഞ്ഞ് ഈ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഏറ്റവും ഉദ്ധരിക്കപ്പെട്ട ഒരു വാക്യമാണ്: ഒരു മനുഷ്യനെ നശിപ്പിക്കാം, പക്ഷേ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ഇതൊരു ജീവിത ദർശനമാണ്. മനുഷ്യൻ്റെ ഒരു അജീയത. അങ്ങനെയുണ്ടല്ലോ ചില ആൾക്കാർ. ഐ എം ദ മാസ്റ്റർ ഓഫ് മൈ ഫേറ്റ്, ഐ എം ദ ക്യാപ്റ്റൻ ഓഫ് മൈ സോൾ എന്നൊക്കെ ചില കവികൾ പണ്ട് പാടിയ പോലെയാണ്. മനുഷ്യൻ അജയ്യനാണ്. മനുഷ്യനെ പരാജയപ്പെടുത്താൻ അതന്നെ മനുഷ്യനെ നശിപ്പിക്കാം. അതാണ് കൊല്ലാൻ, നശിപ്പിക്കാം, പക്ഷേ അവനെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അധികം ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഉദ്ധരിക്കപ്പെട്ട വാക്യം അതാണ്. ഞാൻ വിഷയത്തിലേക്കൊന്ന് ചുരുക്കി വരാം. ഈ പറയാൻ വിട്ടുപോയതാണ്.
ഹെമിംഗ്വേയുടെ കിഴവനും കടലിലും സ്ത്രീ കഥാപാത്രം ഇല്ല. ഇതിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഏറ്റവും വലിയ കൃതി, എൻ്റെ ഒരു കളക്ടർ വർക്ക്സൊക്കെ ഉണ്ട്, ഞാൻ മിക്കതും വായിച്ചിട്ടുണ്ട്. അതിലൊരു ഏറ്റവും വലിയ കൃതി അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് എന്ന് എല്ലാ വിമർശകന്മാരും പറയുന്നത് വളരെ പ്രധാനപാത്രമാണ്. ഏണസ്റ്റ് ഹെമിംഗ്വേ ആണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഥാപാത്രം എന്ന് പറയാം. അപ്പോൾ ഒരു ആൾക്കാർക്ക് അനുകരിക്കാൻ പലരും അദ്ദേഹത്തിന് അന്ന് ഹീറോസ് അദ്ദേഹത്തെ ആരാധിക്കുന്നവരുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ അനുകരിക്കാൻ പ്രയാസമാണെന്നാണ് പല എഴുത്തുകാരും എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം ഒരുപാട് ആരാധകന്മാരെ അദ്ദേഹം ഉണ്ടാക്കി. അത് ചിന്തിക്കാൻ പോലും ഈ ലൂയിസ് അണ്ടർമിയർ, വായനയിൽ താല്പര്യമുള്ളവർക്ക് വായിക്കാവുന്ന ഒരു പുസ്തകമാണ് മേക്കേഴ്സ് ഓഫ് ദി മോഡേൺ വേൾഡ്. നല്ല പുസ്തകം, വലിയ പുസ്തകം. മേക്കേഴ്സ് ഓഫ് ദി മോഡേൺ വേൾഡ്, ലൂയിസ് അണ്ടർമിയർ എന്ന പേരാരും എഴുത്തുകാരൻ. അതിൽ അദ്ദേഹം ഏണസ്റ്റ് ഹെമിംഗ്വേയെ പറ്റി എഴുതുന്നുണ്ട്. അതിൽ ഇദ്ദേഹം എങ്ങനെ എല്ലാവരുടെയും ആരാധന പാത്രമായി എന്നും അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇതാകുന്നു. പക്ഷേ ഈ ഹെമിംഗ്വേ പറയുന്നത് ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന എന്താ, അദ്ദേഹം പറയുന്നത് ഒന്ന് രാഷ്ട്രീയം. എഴുത്തുകാരനെ നശിപ്പിക്കുന്ന എന്താ? ഹെമിംഗ്വേയുടെ അഭിപ്രായത്തിൽ രാഷ്ട്രീയം, സ്ത്രീകൾ, മദ്യം, പണം, ഇതാണ്. പിന്നെ മഹത്വാകാംക്ഷ, വലിയ അംബീഷൻ. ഇത്രയും ദോഷങ്ങൾ വന്നാൽ ഒരു എഴുത്തുകാരന് വലിയ എഴുത്തുകാരനാവാൻ സാധ്യമല്ല എന്ന് ഹെമിംഗ്വേ എഴുതി വെച്ചത് ഞാൻ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. അതായത് അത് വിശ്വസിച്ച് പറയുന്നുണ്ട്, കുറച്ച് പണം ഉണ്ടായാൽ പിന്നെ അത് വർദ്ധിപ്പിക്കുകയായിരിക്കും അങ്ങനെ പോകുന്നതെന്ന്. ഈ സൂചിപ്പിക്കണമല്ലോ, 28-ൽ 23-ൽ ആദ്യത്തെ പുസ്തകം, അത് കഴിഞ്ഞ് രണ്ടാമത്തെ പുസ്തകം 26-ൽ വരുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്ന പുസ്തകം. പിന്നെ ആ നോവൽ അതാണ്, ആ പുസ്തകത്തോടു കൂടിയാണ് അദ്ദേഹം പ്രസിദ്ധനായി മാറിയത്. പിന്നെ ഫാർവെൽ ടു ആംസ്, ആയുധങ്ങളോട് വിട എന്ന പുസ്തകം 1920-ൽ, അത് വലിയ ക്ലാസിക്കായിട്ട് ആയിരുന്നു. മറ്റൊന്ന് യുദ്ധത്തെ പറ്റിയുള്ള നോവൽസ് നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ നോക്കണം. ഒന്ന് വാർ ആൻഡ് പീസാണ്, യുദ്ധമാണ്. മഹാഭാരതം ഇല്ലെല്ലാം യുദ്ധമാണ് പ്രധാനപ്പെട്ട തീം. ഒന്ന് വാർ ആൻഡ് പീസാണ്. മറ്റൊന്ന് ഫോർ ഹൂം ദ ബെൽ ടോൾസ്, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ പ്രസിദ്ധമായ യുദ്ധ നോവലിലെ ആക്കുമ്പോൾ പറയാവുന്ന ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഫോർ ഹൂം ദ ബെൽ ടോൾസ്, റിമാർക്ക് എന്ന് പേരായ ഒരു എഴുത്തുകാരനുണ്ട്, ഓൾ ക്വയറ്റ് ഇൻ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്നിട്ട് ഒരു നോവലുണ്ട്. ഇത് മൂന്നുമാണ് ലോകത്തിലെ യുദ്ധം. വേറെയുണ്ട്, ധാരാളമുണ്ടല്ലോ. ലോകത്തെ യുദ്ധം കേന്ദ്രീകൃതമായിട്ട് ലോകത്തിലെ ഏറ്റവും നല്ല നോവലുകളെ പറ്റി പറയുമ്പോൾ പറയാവുന്ന ഇതാണ്. അപ്പോൾ ഈ ഫാർവെൽ ടു ആംസ് അദ്ദേഹത്തിന് വലിയ പ്രശസ്തി ഉണ്ടാക്കി, അതിന് ക്ലാസിക്കായി അംഗീകരിക്കപ്പെട്ടു. അങ്ങനെ ആ രീതിയിലൊക്കെ അദ്ദേഹം ഇതായി. പിന്നെ അദ്ദേഹം സ്പെയിനിലുണ്ടായിരുന്നു, പാരീസിലുണ്ടായിരുന്നു, ക്യൂബയിൽ വന്നു. രണ്ടാം ലോകമഹായുദ്ധം അവസാനിച്ചപ്പോഴാണ് അക്രോസ് ദ റിവർ ഇൻ ദ ട്രീസ് എന്ന് എഴുതി. അതായത് നിന്നുകൊണ്ട് എഴുതിയിരുന്ന അദ്ദേഹം പറയുന്നുണ്ട്, ഇരുന്നല്ല, നിന്നെഴുതുന്ന ഒരു ശീലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. സ്പെയിനിൽ വീണ്ടും 53-ൽ പോയി. ആഫ്രിക്കയിൽ ഒരുപാട് സഞ്ചരിച്ചിരുന്നു. ഈ മൃഗങ്ങൾ, വലിയ വലിയ കാട്ടുമൃഗങ്ങളെ കൂടെയൊക്കെ സഞ്ചരിക്കലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. അതാണ്. അപ്പോഴാണ് നേരത്തെ പറഞ്ഞാൽ വിമാനം കാണാതാവുന്നതും അദ്ദേഹം മരിച്ചു എന്ന് പത്രങ്ങളിൽ വാർത്ത വരുന്നതും. തൻ്റെ തന്നെ മരണവാദം തനിക്ക് ഈ കേസരി ബാലകൃഷ്ണപിള്ള മരിച്ചില്ല, മരിക്കുന്നതിന് മുമ്പ് പത്രങ്ങളിൽ വാർത്ത വന്നു, കേസരി ബാലകൃഷ്ണപിള്ള അന്തരിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കേസരി ബാലകൃഷ്ണപിള്ള പിറ്റേ ദിവസം മറുപടി എഴുതി, ഞാൻ മരിച്ചിട്ടില്ല. ഇങ്ങനെ ചില വലിയ എഴുത്തുകാർക്ക് അവർ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ തങ്ങൾ മരിച്ചു എന്നുള്ള വാർത്ത വായിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ എന്ന് പറയുന്നുണ്ട്. അതാണ്. പിന്നെ ആരോഗ്യം ക്ഷയിച്ചു, വല്ലാതെ ക്ഷീണം വന്നു. ഈ അദ്ദേഹത്തിന് മാനസിക രോഗമുണ്ടായിരുന്നു എന്നുള്ളത് രോഗം അംഗീകരിച്ചൊരു വാർത്ത അല്ല. മനുഷ്യന്മാർ അതിലൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഒന്നും പിന്നെ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 32-ൽ ഡെത്ത് ആഫ്റ്റർനൂൺ, 37-ൽ 40-ലാണ് ഫോർ ഹൂം ദ ബെൽ ടോൾസ്. ഇതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് ഭയങ്കര ചെലവ്, ആൾക്കാർ ആവശ്യം വന്നു. ചില പുസ്തകങ്ങളൊക്കെ 80,000 കോപ്പികളൊക്കെയാണ് 3 മാസത്തിനുള്ളിൽ വിറ്റഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട്. ഇതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെയും പിന്നെയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ നോവൽ എന്ന് പറയുന്നത് കിഴവനും കടലുമാണ്. അതിനെപ്പറ്റി കുറച്ച് പരാമർശം കൊണ്ട് ഞാൻ നിർത്താം. അതിൽ പ്രധാനപ്പെട്ട, അത് ബോറിംഗ് നോവലാണെന്ന് പറയുന്ന വിമർശകന്മാരുണ്ട്.
ഇത്രയും വായിക്കാൻ രസമില്ലാത്ത ഒരു ഒരു എഴുത്തുകാരൻ്റെ ഒരു വലിയ ഗുണം ആൾക്കാരെ കൊണ്ട് വായിപ്പിക്കലല്ലേ. അതില്ലാത്തൊരു നോവലാണ് എന്ന് വലിയ ആൾക്കാർ തന്നെ, വലിയ വിമർശകന്മാർ തന്നെ വളശ്രമിക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം കഥ അധികം കഥയൊന്നുമില്ല. അപ്പോൾ സ്റ്റോറി എന്നുള്ള ഒരു നോവലിൻ്റെ ഒരു ഘടകം സ്റ്റോറിയാണ്. അതിലത്ര പ്രധാനപ്പെട്ട ഒന്നുമല്ല. പല ഭാഗത്തും ഇദ്ദേഹത്തിൻ്റെ ഇങ്ങനെ സ്വഗതാഖ്യാനങ്ങൾ മോണോലോഗ്സാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അർത്ഥയുക്തമാണ്. പിന്നെ അദ്ദേഹം ക്യൂബയിൽ പോയ കാലത്താണ് അതിൻ്റെ ഇത്. അദ്ദേഹത്തിന് അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം സാന്റിയാഗോ എന്നാണ്. ലോക സാഹിത്യത്തിലെ തന്നെ നോവൽ കഥാപാത്രങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് സാന്റിയാഗോ. ഈ ഹാരോൾഡ് ബ്ലൂമിനെ പോലുള്ള ആൾക്കാരാണെന്ന് വായിച്ചാൽ ശരി കേട്ടോ. അവസാന ഘട്ടത്തിൽ സാന്റിയാഗോ എല്ലാം നഷ്ടപ്പെട്ട് പോകുന്നൊരു പോക്കുണ്ട്. അത് ആ പോക്ക് ക്രിസ്തുവിൻ്റെ പോക്കിനെ ഓർമ്മിപ്പിക്കുന്നു എന്ന് ലോകത്തിലെ സാഹിത്യ വിമർശകന്മാർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ 1929 പാരീസ് വിട്ട് അദ്ദേഹം വീണ്ടും വന്നു. എ ഫെയർവെൽ ടു ആംസിനാണ് ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട പുസ്തകമായിട്ട് ഉണ്ടായത്. 32 ഡെത്ത് ഇൻ ആഫ്റ്റർനൂൺ, 37 അദ്ദേഹത്തിൻ്റെ ആത്മീയ സംഘർഷങ്ങൾ, സ്പാനിഷ് യുദ്ധം. 37 അദ്ദേഹം സ്പാനിഷ് യുദ്ധത്തിലാണ്. അന്ന് 38 വയസ്സേ പ്രായമുള്ളൂ. ആ പ്രായത്തിലൊക്കെ ഈ എഴുത്തും ഇതൊക്കെ ഉണ്ട്. ഫോർ ഹൂം ദ ബെൽ ടോൾസ് 1940 52 സെപ്റ്റംബറിലാണ് കിഴവനും കടൽ എഴുതുന്നത്. 52 അതാണ് അദ്ദേഹത്തിന് ഏറ്റവും അധികം പ്രശസ്തി കിട്ടിയ നോവല്. 53 1953 പുളിറ്റ്സർ പ്രൈസ് കിട്ടി. 54 നോവൽ പ്രൈസ് കിട്ടി. 53 കിട്ടുമായിരുന്നു. അപ്പം അന്ന് ചർച്ചിലും വന്നു. ചർച്ചിലും ഏണസ്റ്റ് ഹെമിംഗ്വേ ഇവർക്ക് ആർക്ക് കൊടുക്കണം എന്നൊരു ചർച്ച വന്നു. അത്ര ചർച്ചിലിന് കൊടുത്തു ആ വർഷം. പിറ്റേത്തെ വർഷം ഏണസ്റ്റ് ഹെമിംഗ്വേക്ക് കൊടുക്കേണ്ടതാണ്. അതിൽ കഥ വളരെ ചുരുക്കി ഇപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ വിശദമായി പറയുന്നില്ല. അത് മംസക്കുട്ടി ആ പുസ്തകം നന്നായി തർജ്ജമ ചെയ്തിട്ടുമുണ്ട്. ഒരു കിഴവൻ, ആൾ മീൻപിടുത്തക്കാരനാണ്, ഒരു അൺലക്കി മാൻ, ഒട്ടും ഭാഗ്യമില്ലാത്ത ഒരാൾ. അദ്ദേഹം ഈ കടലിൽ അവിടെ ശ്രദ്ധിക്കുക, ഒരു നല്ല നോവലും നല്ല നാടകവും, നോവൽ പ്രത്യേകിച്ചും കടൽ വരുമ്പോൾ, വെള്ളം വരുമ്പോൾ നോവലിനൊരു ഡയമെൻഷൻ വരും. ഒരു കടലിനൊരു വെള്ളത്തിനൊരു പ്യൂരിഫിക്കേഷൻ ശക്തിയുണ്ട്. ഓഷ്യാനിക് പവർ എന്ന് ആദർ കോഴ്സിൽ പറയുന്നുണ്ട്. ലോക നോവൽ എടുത്താൽ ഇപ്പോൾ ചെമ്മീൻ്റെ പ്രത്യേകത എന്താ? ചെമ്മീൻ്റെ പ്രത്യേകത കടലാണ്. ഞാൻ അഭിപ്രായക്കാരനാണ്. മറ്റേ നമ്മുടെ കേശവദേവിൻ്റെ അയൽക്കാരെന്ന നോവല് ആ വെള്ളപ്പൊക്കം വരുന്നതാണ്. വെള്ളം, കടൽ, നദി. ടെൻസി വില്യംസിനോ നാടകം വായിക്കുന്നവർക്കുണ്ടോ എന്നറിയാം. ടെൻസി വില്യംസിൻ്റെ നാടകത്തിൻ്റെ പ്രത്യേകത എന്താ? കടലാണ്. ആർ വിശ്വനാഥിൻ്റെ തീസിസ് അതിനെക്കുറിച്ചാണ്. അപ്പോൾ കടൽ, മറ്റേ റഷ്യൻ എഴുത്തുകാരൻ ലീലാവ് ടീച്ചർ അതിന് സമ്മാനമൊക്കെ വാങ്ങി വിശ്വോത്തര കഥ എന്നൊക്കെ എഴുതിയ ക്വൈറ്റ് ഫ്രോസ് ഓൺ ദ ഷോളഹോവിൻ്റെ എഴുത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? അവിടെ പുഴയും കടലും വരും. അത് പ്രത്യേക വിഷയം ചർച്ച ചെയ്യാവുന്നതാണ്. കടലും നദികളും സാഹിത്യത്തിൽ എന്നൊരു വിഷയം തന്നെ ചർച്ച ചെയ്യാവുന്നതാണ്. ഈ മോബി ഡിക്ക് നല്ല ഉദാഹരണമാണ്. മോബി ഡിക്കും ഓൾഡ് വാൻഡേഴ്സിയും ഒരുപാട് കമ്പാരിസൺ ഉണ്ട്. നിങ്ങൾ വായിക്കുന്നതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇതൊന്നും രണ്ടും ഒന്നിച്ചിരുന്ന് വായിക്കണം. അപ്പം അതിൻ്റെ നമുക്ക് തന്നെ ഒരുപാട് അതിൻ്റെ സുഖം തോന്നും. ഇതാണ്. അപ്പോൾ അതിലൊരു കഥ ഒതുക്കി പറയാം. നിങ്ങൾക്കറിയാം, എനിക്ക് കേൾക്കുന്ന അറിയാം. ഒരു മീൻപിടുത്തക്കാരൻ, അതാണ് സാന്റിയാഗോ. ആൾ കടലിൽ പോകുന്നു, ഒന്നും കിട്ടുന്നില്ല, അൺലക്കി ആണ്. 84 ദിവസം പോയി. 84 ദിവസവും പോയിട്ട് അദ്ദേഹത്തിന് ഒന്നും കിട്ടി. ആദ്യ കാലത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, മാർലിൻ. MARLIN എന്നാ പറഞ്ഞു. മാർലിൻ കുറേ കഴിയുമ്പോൾ ആ മാർലിനെ അവരെ വീട്ടിൽ അതെ അങ്ങനെയും പറയാം. MARLIN മത്സ്യത്തിന്റെ പേര്. അതെ ശരിയാ. അങ്ങനെയാണ്. അപ്പോൾ 84 ദിവസം ഒന്നും കിട്ടിയില്ല. 40 ദിവസം ആദ്യം ഈ കുട്ടി കൂടെ ഉണ്ടാകുന്നു. അതൊരു വലിയ പഠനമാണ്. ഈ കുട്ടിയും സാന്റിയാഗോവും തമ്മിലുള്ളൊരു ബന്ധം, അത് ഇത് സൈക്കോളജിക്കൽ ക്രിറ്റിസം ഉണ്ടല്ലോ. യുങ്, ഇപ്പോൾ അഡ്ലർ തുടങ്ങിയ ആൾക്കാർ, റിഫ്രോ തുടങ്ങിയ ലോകത്തിലെ പ്രസിദ്ധരായ മനഃശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയ സൈക്കോളജിക്കൽ ക്രിറ്റിസത്തിൽ
എഡിപ്പസ് കോംപ്ലക്സ് ഒക്കെ ഇതായിക്കൊണ്ടുള്ള അങ്ങനെ പഠനം നടത്തിയിട്ടുണ്ട് ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. 85-ാമത്തെ ദിവസം അപ്പം അവൻ മാറി. 85-ാമത്തെ ദിവസം ഇയാൾ ഒറ്റക്കായി. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മത്സ്യത്തെ കിട്ടി. ഈ മത്സ്യത്തെ പിന്നെ അതാണ് രണ്ടാമത്തെ ദിവസം മത്സ്യത്തിനെ കുടുക്കി അദ്ദേഹം. അങ്ങനെ ഈ മത്സ്യവും ഇത് അതാണ് ആ നോവലിൻ്റെ ഒരു സുഖം. ഇത് കുടുക്കി ഇതിൻ്റെ ഇത് പോകുന്നതും അത് സാന്റിയാഗോ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള ഇത്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്രാവുകൾ വരുന്നു. സ്രാവുകൾ വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യുന്നു. 5 സ്രാവുകളെ ആദ്യത്തെ 1, 2 എല്ലാം വിസ്തരിച്ച് പറഞ്ഞുള്ളൂ. 5 സ്രാവുകളെ ഇദ്ദേഹം കൊല്ലുന്നു, സാന്റിയാഗോ കൊല്ലുന്നു. അപ്പോൾ അതിൽ ഈ മരോലിനും സാന്റിയാഗോവുമാണ് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഒരു നോവലിൻ്റെ നോവൽ വിമർശനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒന്ന് കഥ, അതിലത്രയധികം മേന്മ ഓൾഡ് മാൻ ആൻഡ് ദ സീക്ക് പറയാനില്ല. രണ്ടാമത് കഥാപാത്രങ്ങൾ. പല വലിയ നോക്കും നാടകത്തിലും നോവലിലും ആ നോവലിനെയോ നാടകത്തെയോ വലിയ ആക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ക്യാരക്ടേഴ്സാണ്. അപ്പം മലയാളത്തിൽ തന്നെ പല നല്ല നോവലിൽ ശാരദ, ഇന്ദുലേഖ, ഉമ്മാച്ചു ഇങ്ങനെ പറഞ്ഞു നോക്കറോ. അപ്പം അത് ക്യാരക്ടേഴ്സാണ്. ക്യാരക്ടേഴ്സ് ആ നോവലിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതി. ലോക നോവലിലൊക്കെ കാണും വലിയ ക്യാരക്ടേഴ്സ്. അതിൽ ആ രീതിയിൽ അത് ക്യാരക്ടേഴ്സ് എം പോസ്റ്ററൊക്കെ പറയും. 2 തരം ക്യാരക്ടേഴ്സ് ഉണ്ട് ആണ് സാഹിത്യ വിമർശകന്മാർ പറയുന്നത്. നോവൽ വിമർശകന്മാർ പറയുന്നത് കഥാപാത്രങ്ങൾ 2 തരത്തിലുണ്ട്. ഒന്ന് ഫ്ലാഷ് ക്യാരക്ടേഴ്സും റൗണ്ട് ക്യാരക്ടേഴ്സും. ഫ്ലാഷ് ക്യാരക്ടേഴ്സ് ഒരുപോലെ ഇരിക്കും, നിയതമായ ചട്ടക്കൂടിൽ പോകുന്നവരാണ്. ഫ്ലാഷ് ക്യാരക്ടേഴ്സിന് റൗണ്ട് ക്യാരക്ടേഴ്സിന് ഒരുപാട് മാറ്റം വരും. ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ക്യാരക്ടേഴ്സിൻ്റെ പ്രത്യേകത റൗണ്ട് ക്യാരക്ടേഴ്സാണ്. എൻ്റെ കഥാഗതി മാറുമ്പോൾ അവരുടെ കഥാപാത്രങ്ങൾക്കും വലിയ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ടോയ്സ്റ്റിയൊക്കെ കാണുമ്പോൾ വലിയ വലിയ നോവലിസ്റ്റുകളുടെയൊക്കെ ക്യാരക്ടേഴ്സിന് വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അത്ഭുതാവഹമായ രീതിയിൽ മാറുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു മീനിന് കുടുങ്ങി, തോണിയേക്കാളും വലിയ മീൻ. പക്ഷെ ആ ഇതിന് പിടിക്കാൻ പറ്റുന്നില്ല, അത് അങ്ങോട്ട് വലിക്കുന്നു. അതാണ്. അപ്പോൾ 3 ദിവസത്തിൽ ജീവൻ പണയം വെച്ചിട്ട് പരിശ്രമിച്ചിട്ട് അയാൾ അതിനെ കൊല്ലുന്നു, തോണിയിലേക്ക് ചേർത്ത് കെട്ടുന്നു. അപ്പോൾ ഒരു തളർന്ന ജേതാവിൻ്റെ ഏകാന്തത കൊണ്ടുള്ള ഒരു തിരിച്ചു വരവുണ്ട് അദ്ദേഹം. ഇതിനെ കിട്ടി, ഇതിനെ കൊണ്ട് തിരിച്ചു വരികയാണ്. അങ്ങനെ ഞാൻ മരിക്കുന്നതുവരെ ഇവനോട് മരണം ഒരു വലിയ വിഷയമാണ്, മരിക്കുന്നവരെ ഇവനോട് പൊരുതുക തന്നെ വേണമെന്ന് അദ്ദേഹം പറയുന്നു ആണ്. എന്നിട്ട് അദ്ദേഹം പോകുമ്പോൾ അപ്പോഴാണ് സ്രാവ് വന്നിട്ട് അതിനാക്കുന്നത്. അവസാനം എത്തുമ്പോൾ ഞാൻ ഒതുക്കി പറയാം. അവസാനമാക്കുമ്പോൾ ഈ സ്രാവുകൾ വന്ന് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊക്കെ തിന്ന് ഇദ്ദേഹം ഇങ്ങനെ സഞ്ചരിച്ച് തിരിച്ചെത്തുമ്പോഴേക്ക് കരക്ക് എത്തുമ്പോൾ അയാൾക്ക് വയ്യ. അപ്പോഴേക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മുഴുവനും സ്രാവുകൾ വന്ന് തിന്നു കഴിഞ്ഞു. ഈ അസ്ഥികൂടവുമായിട്ടാണ് അദ്ദേഹം, പിന്നെ ഈ സ്കെൽറ്റനുമായിട്ട് അദ്ദേഹം നടക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ആൾക്കാർ വന്ന് അളക്കുന്നു കരക്കത്തിനപ്പോൾ 18 അടി നീളമുള്ളൊരു അസ്ഥികൂടം. ഈ 18 അടി നീളമുള്ള അസ്ഥികൂടം ഭരിച്ച് പോയിട്ടാണ് പോകുന്നതും കരക്ക്. ആ പോക്കിനെയാണ് സാഹിത്യ വിമർശകന്മാർ പറയുന്നത് ഇത് യേശു ക്രിസ്തുവിൻ്റെ കുരിശിലേക്കുള്ള ആ യാത്ര പോലെ നമ്മളെ ഓർക്കുമെന്ന് എന്നാണ്. ആ രീതിയിലുള്ളതാണ് സാന്റിയാഗോവിൻ്റെ ഒരു പോക്ക് ആണ്. അങ്ങനെ ആ രീതിയിൽ അപ്പോൾ അദ്ദേഹം ഉറങ്ങുമ്പോൾ ഈ കുട്ടി വീണ്ടും വരുന്നുണ്ട്. ഈ കുട്ടി വന്ന് അയാൾക്ക് കാപ്പിയൊക്കെ കൊണ്ട് വരുമ്പോഴേക്കും അയാൾ ഉറങ്ങി. ആ ഉറക്കത്തിലാണ് അയാൾ ആഫ്രിക്കയിലുണ്ടായത് സിംഹത്തെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ആ ഏണസ്റ്റ് ഹെമിംഗ്വേ പറയുന്ന രംഗം. അപ്പോൾ ഒരു വലിയ ക്യാരക്ടേഴ്സിൻ്റെ സാന്റിയാഗോ എന്നുള്ള ക്യാരക്ടർ വായിച്ചു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കും. ഒരു പ്രത്യേകത അതപ്പോൾ ഈ നോവലിൻ്റെ പ്രത്യേകത സാധാരണ വായിക്കുന്നവർക്ക് ഇംപ്രസീവായി തോന്നില്ല. ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഡയമെൻഷനാണ്. പ്രിയമുള്ളവരെ, ഏത് കൃതികൾക്ക് മാത്രമല്ല മനുഷ്യർക്കും പ്രാധാന്യം വരുന്ന എപ്പോഴാണ്? അവരെ ജീവിതത്തിന് പല തട്ടുകൾ ഉണ്ടാകുമ്പോഴാണ്, ഡയമെൻഷൻസ് ഉണ്ടാകുമ്പോഴാണ്. ചില ആൾക്കാർ ഫ്ലാറ്റാണ്, ചില ആൾക്കാർക്ക് ജീവിതത്തിൽ പല തട്ടുകളുണ്ടാവും, പല കൃതികൾക്കും ഉണ്ടാവും. അത് പല കാലങ്ങളിൽ പല രീതിയിൽ വായിക്കാം. കാലഘട്ടങ്ങൾ മാറുമ്പോഴും നൂറ്റാണ്ടുകൾ മാറുമ്പോഴും ജീവിത വീക്ഷണങ്ങൾ മാറുമ്പോഴും സാഹിത്യ ദർശനങ്ങൾ മാറുമ്പോഴും പുതിയ തരങ്ങൾ വായിക്കാം. ഞാൻ സമയമില്ലാതെ കൊണ്ടാണ് ചെക്കോവിൻ്റെ ചില കഥകൾ എടുത്താൽ അറിയാം. നമുക്ക് ഏതെല്ലാം തരത്തിൽ വ്യാഖ്യാനിക്കാം. ആ രീതിയിൽ ഈ പുസ്തകത്തിൻ്റെ ഓൾഡ് മാൻ ആൻഡ് ദ സീ എന്ന ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
പലതരം ആംഗിളിലൂടെ, പലതരം കാഴ്ചപ്പാടുകളിലൂടെ, പലതരം വ്യാഖ്യാനങ്ങളിലൂടെ വിശദീകരിക്കാവുന്ന ഒരു കൃതിയാണ്. പലവിധം ഡൈമെൻഷൻസുള്ള, പലതരം തട്ടുകളും തലങ്ങളുമുള്ള ലോകത്തിലെ പ്രസിദ്ധമായ നോവലാണ് കിഴവനും കടലും. അത് ജീവിതത്തെപ്പറ്റി, പ്രത്യാശയെപ്പറ്റി, മരണത്തെപ്പറ്റി, പരാജയത്തെപ്പറ്റി, എക്കാലത്തെയും മനുഷ്യൻ ചൂടുന്ന നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു ദാർശനികമായ വിലയിരുത്തലായി ഈ നോവൽ മാറും. ഇപ്പോൾ സാർത്രയുടെ നോവൽ വായിച്ചവർക്കറിയാം, അതിൽ ഏജ് ഓഫ് റീസൺ എന്ന അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ 3ാമത്തെ വോളിയത്തിലെ കഥാപാത്രം മാത്യു അവസാനം വെറുതെ കോട്ടുവായി ഇടുന്നതാണ്. പക്ഷെ അതിൻ്റെ ഒരു ദാർശനികമായ ഇതുണ്ട്. കാമുവിൻ്റെ നോവല് സോൾസനിസിൻ്റെ ഒരു നോവലിൻ്റെ പേര് ക്യാൻസർ വാർഡ് എന്നാണ്. എന്താ ഈ ക്യാൻസർ വാർഡ്? ക്യാൻസർ വാർഡ് കമ്മ്യൂണിസ്റ്റ് കാലത്തെ ഭരണത്തെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അസസ്മെൻ്റ് ആണ്. അങ്ങനെ അപ്പോൾ അതിന് പല തട്ടുകളുണ്ട്. ഒരു വലിയ കൃതിക്കൊക്കെ എപ്പോഴും അതുണ്ടാവും. അങ്ങനെ പല തട്ടുകളിലേക്ക് പോകുന്ന ഒരു കൃതിയാണ് കിഴവനും കടലും. അതുകൊണ്ട് ഒരു മഹത്തായ ഗ്രന്ഥമാണ്, മനുഷ്യൻ്റെ ഇതിഹാസമാണ്. ഹെമിംഗ്വേ തൻ്റെ തലമുറക്കും വരുംകാല മനുഷ്യവർഗത്തിനും വേണ്ടി എഴുതിവെച്ച മരണപത്രമാണ് കിഴവനും കടലും എന്ന് പറഞ്ഞാൽ അതാണ് ഒരു സത്യം. അങ്ങനെ ഇഷ്ടംപോലെ ജീവിച്ചു, ഇഷ്ടംപോലെ ഒരു സാഹിത്യകാരന്മാരുടെ ഇടയിൽ ഒരു അഭിപ്രായമുണ്ട്, വളരെ രഹസ്യമായിട്ടെന്ന് വെച്ചാൽ പ്രവചിച്ചിട്ടുണ്ട്. തൻ്റെ പ്രതിഭ എന്തുകൊണ്ട് ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്തു? ഒരു ശ്രദ്ധേയരായ ഒരു കൂട്ടമല്ല, ചില ശ്രദ്ധേയരായ സാഹിത്യ മനുഷ്യന്മാർ സംശയിക്കുന്നത് തൻ്റെ പ്രതിഭ വറ്റിപ്പോകുന്നു. തന്നെ ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ശാപം, ഞാൻ മലയാളത്തിലെ എഴുത്തുകാരെ കുറിച്ചല്ല പറയുന്നത്, വലിയ എഴുത്തുകാരെ കുറിച്ചാണ് പറയുന്നത്. ഒരു ശാപം എന്ന് പറയുന്നത് അവർ തങ്ങളെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യുന്നതാണ്. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവരെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും. അത് വലിയ എഴുത്തുകാർക്ക് സഹിക്കില്ല. തനിക്ക് തൻ്റെ തന്നെ കൃതികളെ ഇമിറ്റേറ്റ് ചെയ്യേണ്ടി വരുന്നു എന്ന ദുഃഖം കൊണ്ടാണ് ഹെമിംഗ്വേ ആത്മഹത്യ ചെയ്തത് എന്നൊരു വാദവും സാഹിത്യത്തിൽ നിലവിലുണ്ട് എന്നറിഞ്ഞുകൂടെ. ഏതായാലും ഇതിഹാസം പോലെ ജീവിച്ച്, ഇഷ്ടംപോലെ മരിച്ച ലോകത്തിലെ വലിയൊരു എഴുത്തുകാരനാണ് ഹെമിംഗ്വേ. അദ്ദേഹത്തെപ്പറ്റി പറയാൻ കഴിയുന്നത്, അതിനുവേണ്ടി വീണ്ടും വായിക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം ആക്കുന്നു. ഇത്തരം ഈ വിശ്വസാഹിത്യത്തെ പറ്റിയുള്ള ഒരുപാട് വലിയ എഴുത്തുകാർ നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. വൺ ഡേ ഇൻ ദ ലൈഫ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ പുസ്തകങ്ങളൊന്നാണ്. നോവൽസ് കിട്ടിയ പുസ്തകം, നോവൽസ് കിട്ടിയ പുസ്തകങ്ങളാണ്. മലയാളി അതിൻ്റെ ഒന്നും ഒരു ഭംഗിയെ പറ്റി ആക്കുന്നില്ല, ചെറിയ നോവൽ. അതുപോലെ മരണത്തെക്കുറിച്ചുള്ള ടോൾസ്റ്റോയുടെ വാർ ആൻഡ് പീസ്, മന്നാഗലിയും റിസറക്ഷനൊക്കെ അറിയും. മരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കൂടിയുള്ളൊരു ചെറിയ നോവൽ, അതൊക്കെ വളരെ അർത്ഥദീപ്തമാണ്. ആ രീതിയിൽ മലയാളത്തിലെ അമേരിക്കൻ നോവലിലെ, ലോക നോവലിലെ തന്നെ ദാർശനികമായ ഔന്നിത്യമുള്ള ഒരു എഴുത്തുകാരനാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഫ്രാങ്ക് കർമോഡ് പറയുന്നുണ്ട്, സെൻസ് ഓഫ് എൻ എൻഡിങ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതുപോലെ നോവലിൻ്റെ ഫിക്ഷൻ്റെ ഭാഷയെ പറ്റി ശ്രദ്ധേയമായ പഠനമുണ്ട്. അവരെല്ലാം ഉദ്ധരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് ഏണസ്റ്റ് ഹെമിംഗ്വേ. തീർച്ചയായും വലിയൊരു എഴുത്തുകാരനെക്കുറിച്ച്, വലിയ കൃതികളെക്കുറിച്ച് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു സൗരഭ്യം വളരെ വലുതാണ്. ഇത് പങ്കെടുത്ത എല്ലാവരോടും ആ മഹാപ്രതിഭയുടെ സ്മരണക്ക് മുമ്പിൽ ശിരസ്സ് നമിച്ചുകൊണ്ട് ഞാൻ നിൽക്കും.